മനസ്സിലായാ? അശരന്റെ കട്ടിലൊന്നും അടിക്കരുത്. വരുന്നു അശരൻ. ഹലോ വ്യാസു സാധേവ സാറേ, ഞാനിത് പുറത്തുണ്ട്. സാധേവ സാറേ ഇപ്പൊ വരാം. ആ വരുന്നുണ്ട് സാറേ. ഇതാ പെട്ടെന്ന് വരുന്നുണ്ട് സാറേ. സാധേവ സാറേ വിളിച്ചത്. വ്യാസം വന്നിട്ട് സുഖല്ലേ? എനിക്ക് ഞാനിതാടാ ഇന്നെത്തിയതാന്ന്. ഈ ഫോണ് പോക്കറ്റിൽ വെക്കാൻ കഴിഞ്ഞില്ല. എന്തുണ്ട് എന്നാ പിന്നെ നിന്നെ കാണുമ്പോ ഞാനിവിടെ കടന്നു ചിരിക്കണല്ല. പെട്ടെന്ന് ഞാനത് പിന്നല്ലേ എന്റെ ബെസ്റ്റീനെ ഒന്ന് കാണണം എന്ന് വെച്ചിട്ട് വന്നതായിരുന്നു. പിന്നെ കൂട്ടത്തില് ഞാൻ പിന്നെ എന്റെ അപ്പുക്കുട്ടനെ കാണാണ്ടായി പോയി. ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് ഓനെ പറ്റി ഒരു വിവരവും ഇല്ല. അപ്പൊ മുതുക്കില് നിന്നാ പിള്ളേർ പറഞ്ഞ് ഓനെ മറ്റേ ടീമാന്ന് അധോലോകാന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിലെടുത്തേന്ന് എനിക്ക് അറിയണ്ടേ? ഞാൻ നിങ്ങള് പിടിച്ചോണ്ടിന്നല്ലേ വിചാരിക്കുന്നത്. എന്നാട് വന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത് എന്റെ ചെക്കനെ കാണാണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ വന്നതാണെങ്കിൽ ഈ മുതിര വന്നിട്ട് ഇവൻ പറയുന്നതെല്ലാം മറ്റെന്തല്ലോ പറയുന്നു. ഓനാടെ അടിച്ചു കിടക്കുന്നുണ്ട്. ഇവൻ ആദ്യം പറഞ്ഞു ഇവന്റെ പേര് പിന്നെ പറഞ്ഞ് മന്ദാകന്ന്. പിന്നെ പറഞ്ഞെന്ത് പറഞ്ഞു. ഞാനെന്നിട്ട് ഇവരോട് ചോദിച്ചു, നിന്റെ അച്ഛന് കുതിരക്കത്തോടാന്നോ മുതിരാന്ന് പേരിടാൻ വേണ്ടിട്ട്? അവന്റെ പേര്. നമ്മള് മന്ദാരം വിളിക്കണേ. അത് ഞാൻ പറഞ്ഞു. നിന്റെ മൂന്ത കാണുമ്പോ തന്നെ ഒരു മന്ദാരം പൂത്ത പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അവനോട് ഞാൻ. കാണോ നോക്കറാ, നമുക്ക് സ്റ്റേഷനിലെ കേസ് ആദ്യം സോൾവ് ചെയ്യാം. തീർക്കാം. അണ്ടി വാ. അണ്ടി ഇവന്റെ പേര് അണ്ടി. അടിയല്ല ആണ്ടിന്ന് വിളിക്കല് ഞാൻ. എടാ വാസു, എങ്ങനെയുണ്ട് നിന്റെ കഷണ്ടിക്ക്? ഇപ്പൊ ഒരു മാറ്റമില്ലല്ലോ. നീ എണ്ണയൊന്നും തേക്കില്ലേ? സ്റ്റൈലല്ലേ? ഓ അത് ശരി. ഞാൻ വിചാരിച്ചു മുടി വളരാത്തത്. നീ എന്നേരം മറ്റേ തൈലത്തിനെല്ലാം പോകുന്നുണ്ടായിരുന്നില്ലേ? ശബ്ദമൊക്കെ അടിപൊളിയായല്ലോ. അത് പിന്നാല് ഞാനിങ്ങ് മേടിച്ചോണ്ട് വരും കേട്ടോ ഉടനെ. ഞാൻ വരുന്നുണ്ടോട്ട്. എന്റെ കേസ് പിൻവലിക്കാം. എന്നെ പൊട്ടിട്ടാ ആദ്യം കേസ് തീർക്കാന്നിട്ട് സംസാരിക്കാം. ആശാനെ കണ്ട സന്തോഷത്തിന് അങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന. നമുക്ക് ഈ കേസ് സോൾവ് ചെയ്തിട്ട് വരാം. സാറേ, ഇതാണ് കംപ്ലൈന്റ്. വരൂ, ആള് സേഫ് ആയിട്ടുണ്ട്. വാ. ഇത് നമ്മളെ വരച്ചാറ്. ആദ്യം തന്നെ ഞാൻ സാറിന്റെ നമ്മുടെ ആശാന ഇപ്പൊ എത്താം. ഒരു ചെറിയൊരു കേസ്, അത് കഴിഞ്ഞ ഉടനെ എത്താം. ഞാൻ എന്തായാലും വാസുവിനെ അങ്ങോട്ട് വന്ന് കാണണമെന്നിരുന്നതാണ്. വാസുവിന് ഞാൻ അന്നൊരു കേസ് പറഞ്ഞു ഓർമ്മയുണ്ടോ? നമ്മുടെ ബീച്ച് ഏരിയക്കകത്ത് വെഹിക്കിൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഫാമിലി വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഗൃഹനാഥനെയാണ് നമ്മൾ അറിയിക്കുക എന്നുള്ളത്. ഓർമ്മയുണ്ട്. വാസുവിന് ഞാൻ 2-3 ഫോട്ടോസ് അയച്ചു തരാം. വാസുവിന്റെ നമ്പർ സാറേ എന്ന കൂട്ടത്തിൽ എനിക്ക് അയച്ച സാറേ നമ്പർ. സാറേ എന്റെ ഫോൺ ഡിസേബിൾഡ്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തോട്ടെ. ആ ഫോട്ടോ കൂടി അയക്കണേ സാറേ. വണ്ടി നിർത്തിയിട്ട ഫോട്ടോ തുറന്നുവിട്ടതേ പ്രശ്നമാണ്. ഒരു മിനിറ്റ്. ഹലോ, വാസനല്ലേ? അതെ, വാസനയാണ്. സിറ്റി കയറുകയാണെങ്കിൽ അണ്ണനെ കാണണം എന്നാണ് എന്റെ ഒരു ഇത്. ആണല്ലേ? അപ്പൊ ഇന്ന് അവസാന ദിവസം നിന്നെ കൊണ്ടുപോയി. എന്താ ഇങ്ങനെ നേരെ വന്ന് സംസാരിക്കാൻ പാടില്ല. ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന്. എടാ ഒരു മിനിറ്റ്. ഇത് തന്നെയല്ലേ എന്റെ പാസ്വേഡ് മറന്നു പോടാ. എനിക്കൊന്ന് പരിചയപ്പെടണം. വാസു പൂക്കിയല്ലേ? വാസു പൂക്കി. എന്തടിച്ചിട്ടും വരുന്നില്ല. വാസു
വാസു പൂക്കി. എടാ എന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തോണ്ട് പോയടാ. പൂക്കി വാസുവാണോ? സാറേ ഹലോ, ഓ സാറേ പറയും. ഈ ലൈഫ് ഇൻഷുറൻസ് എങ്ങനെയായിരുന്നു? ലൈസൻസ് സാറേ എയർപോർട്ടിന്റെ ലൈസൻസ് അല്ല, ലൈസൻസ് അല്ല, വാസു ഒന്ന് വരാമോ? പിന്നെ കാണുന്നില്ലല്ലോ, മിന്നല് പോയ ഒരു മിനിറ്റ് പൂക്കി വാസുവാണ്. ആ ഇതാ വാസു ഇതാ ബാക്കില് വാസു വിളിച്ചാൻ പത്ത് കളിക്കുന്നത്. ഒരു മിനിറ്റ് ഫോൺ ശരിയാക്കുക. വാസു വന്നു, വാസു പോയി. ആരെ ഇതിന്റെ ഉള്ളിൽ ഒന്നും അനക്കം കേൾക്കുന്നില്ലല്ലോ. എന്നെ കാണുന്നുണ്ടോ? സാറിനെ കാണുന്നുണ്ട്, പക്ഷെ എങ്കിലില്ലേ സാറിന് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്റെ ഫോൺ പോയേട്ടാ. വാസു ഉണ്ട്, വാസു ഞാൻ ഉണ്ടത് ഇവിടെ. വാസു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാ? കേക്ക വി ആണോ കൊടുത്തേ? ഈ ആണോ കൊടുത്തേ? നോക്കാം. സാറേ ഇരുത്തിയിട്ടുണ്ട്. ഇത് നക്ഷത്രത്തിന് നോക്കുന്ന സാധനല്ലേ? ഇത് നക്ഷത്രം നോക്കുന്ന സാധനമല്ലേ? ഇത് ബ്രോഡ്കാസ്റ്റിംഗ് ക്യാമറയാണത്. നക്ഷത്രത്തിന് നോക്കുന്നല്ലേ? അതായത് ആശാര ആള് വേണ്ടേ? എന്താ പറഞ്ഞോ? ഇങ്ങേർക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊറേ നേരായി. ആശാരെ കാണുന്നില്ലേ? അതല്ല, ആരും കാണുന്നില്ല. എനിക്ക് കിട്ടില്ല. സാറ് വന്ന് സാറ് പോയി, സാറ് വന്നു സാറ് പോയി. നമുക്കൊരു കാര്യം ഒന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ ഇതാ സൂപ്പർമാൻ, സൂപ്പർമാനെ കാണുന്നുണ്ടാ? അത് ഇവിടുത്തെ ദൈവമാണത്. അതൊന്ന് അക്സെപ്റ്റ് ചെയ്യോ? ഇതെന്ത് പറ്റി? എക്സ്കോർട്ടിനെ അറസ്റ്റ് ചെയ്തോ? അതിന് എന്നെ കാണാനില്ലാന്ന്. അശനെ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യോ? അക്സെപ്റ്റ് ചെയ്യുന്ന എന്നെ കാണാനില്ല. പ്രപ്പോസലാണോ ഇവിടെ? എക്സ്കോർട്ട് അശനെ അശൻ കേൾക്കുന്നുണ്ടോ? ആശാനോട് പോയിട്ട് കുറെ നേരം ആയിന്നാ തോന്നുന്നത്. കൊണ്ടുപോണ്. അവര് തമ്മിൽ സെറ്റ് ആയല്ലോ. ഇതിപ്പം എക്സ്കോർഡും പ്രേമിക്കാനൊക്കെ തുടങ്ങിയോ? ഇവിടെ സിറ്റിയിൽ സാധാ ജീവിക്കുന്നവർക്ക് പെണ്ണില്ല, പിന്നാണ് ഇനി എക്സ് ഗോഡിന്. വാസു അങ്ങനെ പറയരുത്. വാസുവിനെ കുറിച്ച് ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഓക്കെ, വാസു മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട്. അതാര്? വൺ മിസ് എലിക്കുട്ടി. എലിയ തുപ്പലങ്ങോട്ട് തുപ്പി കേട്ടോ? കിട്ടിയായിരുന്നു സാറിന്? അല്ല, എഴുന്നേറ്റ് ആ സ്പോട്ടിലൊക്കെ ഇരുന്നു, അതാ ചോദിച്ചത്. പിന്നെ ഇതൊക്കെ കേട്ടാ എങ്ങനെ ഞാൻ എഡിറ്റിരിക്കും സാർ? മരിച്ചിട്ട് അതിലും ഭേദം വല്ല എക്സ്പ്രസിനും തല വെക്കണതാണ് സാർ. സാറ് എനിക്ക് സത്യം അന്ന് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കാര്യങ്ങൾ ചോദിച്ചപ്പോ ഇതുപോലെ വാസു പഴയതുപോലെ അല്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല, എന്നെ ഇഗ്നോർ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞു വിടുന്ന കരച്ചിലും മേളൊക്കെ ആയിരുന്നു പുള്ളിക്കാരി. ഭയങ്കര സങ്കടത്തിലായിരുന്നു പുള്ളിക്കാരി. സാർ സിംഗിൾ അല്ലെങ്കിൽ സാർ എടുത്തോ, എനിക്ക് കുഴപ്പമില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ? അതെ, ഞാനത് ശരിയാക്കിട്ടൊന്നും ശരിയായിട്ടില്ലെങ്കിൽ പുള്ളി ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി കയറാന്ന് പറഞ്ഞേ. ആരാ? ഓ ആശ. ഹലോ ഹലോ ആശാന, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സൂപ്പർമാനല്ല. ഇതെന്താ സംഭവം ഇവിടെ? എന്നെ കാണുന്നില്ല സാർ. നിങ്ങൾ ആരും കാണാൻ പറ്റുന്നില്ല. ആകെ വാൽനക്ഷത്രം നോക്കുന്ന മിസ്സിയെ മാത്രമേ കാണുന്നില്ലൂ. കൈ പിടിച്ച് വാൽനക്ഷത്രം നോക്കുന്ന വിഷയമല്ല, പ്ലസ് ക്യാമറയാ. ആ പോയോ? ഫോൺ ശരിയായിരുന്നോ? ഇല്ലില്ല, ഫോൺ ശരിയായില്ല സാർ. എന്റെ പാസ്വേഡ് മറന്നു പോയെന്ന് തോന്നുന്നു സാർ. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഒരു 1, 2, 3 വണ്ടികള് ഇന്നലെ രാത്രി. ഞാൻ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. ദാ ഒറ്റ സെക്കൻഡ് സാർ. എനിക്ക് കുടുംബത്തിലെ 3 വണ്ടികള് അവിടെ. എന്നോട് പറയട്ടെ. വാസു പൂക്കിയായിരുന്നു, പൂക്കി വാസു ആയിരുന്നു. ഞാൻ മറന്നുപോയി. ആരെങ്കിലും ഒന്ന് അണ്ണായിട്ടോളൂ. അതൊക്കെ പിന്നെ അല്ല സാർ, നമ്മളെ കുടുംബത്തെ കാര്യം എല്ലാം അണ്ണായിട്ട് കേൾക്കുമല്ലോ. കൈയാക്രമം പാടില്ല.
സഹദേവാ ഇവിടെ ഉണ്ടോ? പറഞ്ഞോ. പുള്ളിക്ക് എന്ത് പറ്റിയതാ? പുള്ളിക്ക് എന്ത് പറ്റി? കാണാൻ പറ്റുന്നില്ല പുള്ളിക്ക്. ഇനി ഇറങ്ങി കയറി വെറുതെ അല്ലേ എന്നെ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത്. ഇറങ്ങി കയറിയാ പറ്റും. പിന്നെ ശരിക്കും കാണാണ്ടായില്ല. പേടി ഇഷ്യൂ ആണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ചില സമയത്ത്. സാറേ അപ്പൊ നമ്മള് വണ്ടി പക്ഷെ ഇന്നലെ മാറ്റിയായിരുന്നല്ലോ സാറേ. ഇല്ല മാറ്റിയില്ല. ഞാനല്ല സാറിനോട് വന്ന് പറഞ്ഞു സോറി സാർ. ഇല്ല മാറ്റിയില്ല. ഞാൻ ഇന്നലെ അവിടെ 2 മണിവരുണ്ടായിരുന്നു. 2 മണിക്കിടയിൽ ഞാൻ എടുത്ത ഫോട്ടോസ് അതൊക്കെ. ഞാനും ഉണ്ടായിരുന്ന സമയത്ത് 2-3 വണ്ടിയിൽ ഒരു വണ്ടി ഞാൻ മാറ്റിയത്. കാരണം അതെന്റെ ഒരു വണ്ടി മാറ്റിയായിരുന്നു, വീണ്ടും അടുത്ത വണ്ടി കൊണ്ട് ഇട്ടായിരുന്നു. പുതിയ ഇമെയിൽ ഐ ഡി വെച്ച് തുടങ്ങാൻ പറ്റും. അവിടുത്തെ ഫാമിലി ഹെഡ് ആരാണോ അവരോട് അണ്ണൻ റിച്ച് ആണ്, അണ്ണൻ നടക്കില്ല അതിനൊക്കെ. 1.5 കോടിയല്ലേ ഫൈൻ? പിന്നല്ല 1 കോടി. പാസ്വേഡ് എന്താ? എല്ലാം പറഞ്ഞു തരാം നിനക്ക്. എല്ലാവർക്കും എല്ലാം ഞാൻ പറഞ്ഞു തരാം. പാസ്വേഡ് എല്ലാം പറഞ്ഞു തരാം. തരുന്ന 1 കോടി അടുത്തോട്ട് ഓർമ്മിപ്പിക്കാനായിരിക്കും. അണ്ണന്റെ നമ്മുടെ ഗാംഗോസിലെ പുറമ്പോക്കിലുള്ള പോതപ്പുല്ല് ചെത്തി വിറ്റാ കിട്ടും. സാറ് പറയുന്ന ഈ കോലി അതിലയക്കോ മന്ദാര. നീ നിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അടച്ചോളാം മന്ദാര. ഞാൻ ഒരു ഗ്രൈൻഡിങ് ടാർഗറ്റ് തരും കേട്ടാ, അത് ചെയ്താൽ ഞാൻ ചെയ്തതല്ല. ഞാൻ വണ്ടിയൊക്കെ മാറ്റി വെച്ചായിരുന്നു. സാറിനോട് ചോദിക്ക്. സാറ് ആകെ വണ്ടി മാറ്റിയത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അല്ല മന്ദാര നമുക്ക് അറിഞ്ഞൂടല്ലോ പക്ഷെ സാറിനോട് ചോദിക്കും. സാറേ ഞാൻ വണ്ടി മാറ്റിയില്ലേ, സാറ് മാറ്റാൻ പറഞ്ഞു. എന്താണെന്ന് അയക്കോ? 3333 ഒന്ന് അയക്കോ. ഞാൻ അയക്കുന്നുണ്ട്. ഓക്കെ, ബോർഡിന്റെ ഇപ്പുറത്തോട്ട് ഞാൻ ഇടാൻ പറഞ്ഞിട്ട് അത് ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്ന് വീണ്ടും ഇട്ടു. അണ്ടി റിസീവ്ഡ് വാസൂസ് അണ്ടി റിസീവ്ഡ് മെസ്സേജ് ഫ്രം പ്രൈം മിനിസ്റ്റർ. ഐ ആം ഓൺ ഹാഫ് ഡേ ലീവ്. ഞങ്ങളൊക്കെ പറഞ്ഞനുസരിക്കുന്ന കുട്ടികളെ സത്യം പറഞ്ഞു. നമ്മളൊരു വര വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തോട്ട് കിടക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടക്കത്തില്ല. അത്ര വലിയ മാന്യന്മാരാണ്. കേജിന്റെ പരിപാടിക്ക് പോയല്ലേ ഇവള്? ഇപ്രായത്തേക്ക് ഒന്ന് ക്ഷമിച്ചൂടെ? എന്തേലൊക്കെ അപരാധം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടാ. എന്താന്ന് വെച്ചാല് സാറേ നമ്മളെ ഗാംഗോസി പോതപ്പുല്ല് മോന്തിരിക്കുന്നുണ്ടാ. ഒരു അടിക്ക് ഇങ്ങനെ അങ്ങ് തിരിക്കണം, പിന്നെ ഇപ്പുറത്തോട്ട് തിരിയരുത്. ഇങ്ങനെ ജീവിക്കണം ആയുഷ്കാലം മൊത്തം. ചെത്തിയിട്ട് വേണമല്ലോ നമുക്ക് കോടി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇവളുടെയൊക്കെ മോൻ കണ്ടറാ ദേഷ്യോ. ഒരു ചിരി പോലും വരാത്ത മോൻ കണ്ടാ. അടി ഒരാഴ്ച മെഡിക്കൽ ലീവ്. എവിടെയും പോ. അല്ല നമ്മള് ഇതിപ്പോ എല്ലാവരുടെ വണ്ടിയാ. നമുക്ക് കൊറേ ഇതുണ്ടല്ലോ. ഇത് നമ്മുടെ വണ്ടിയാ. ഇത് നമ്മുടെ ആളുടെ ചന്തിയുമാണ് കണ്ടാ. അതിനകത്തൂടെ എടുത്തേക്കുന്ന ഫോട്ടോ. ഇതൊക്കെ ആര് ചില അവന്മാരുണ്ട് ഉപദ്രവിക്കാൻ വേണ്ടി ഫോട്ടോ എടുത്ത് MVDക്കും പോലീസിനും അയച്ചു കൊടുക്കും. ഗർഭിണിയായിട്ട് കിടക്കുന്ന മുടിഞ്ഞു പോത്തോളൂ അങ്ങനത്തെ അവന്മാര്. ഞാനെന്നല്ല അത് രാമാട്ട അയച്ചു കൊടുത്താ. സാറേ കിട്ടി. എനിക്ക് ആളെ കിട്ടി സാർ. ആരാണ് ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. ആ ചങ്ങല സാർ അയച്ച ഫോട്ടോക്കകത്ത് ഒരുത്തന്നെ ചന്തി കൂടാണ് ആ ഫോട്ടോ എടുത്തേക്കുന്നത്. കണ്ടായിരുന്നു സാറ്? ആ ചന്തിയിൽ തുടലിട്ട് നടക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒറ്റയാളുള്ളൂ. മൈൽസ് ആണ്. ഞാൻ അവനെ കൊണ്ട് ഫൈൻ അടപ്പിച്ചോളാം. കൊണ്ടേപ്പിച്ചാ മതി. ഉറപ്പായിട്ട് സാർ. അതൊക്കെ ഞാൻ എന്ത് ഡീസന്റ്. അതെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പുക്കുട്ടനെ കൊണ്ടുപോട്ടെ സാറേ. സാർ എന്നിട്ട് ഞാൻ വണ്ടി മാറ്റിയില്ലേ സാറ്? കേസ് കഴിഞ്ഞു അപ്പുക്കുട്ടന്റെ? ഇല്ല, ആള് വന്നിട്ടില്ല. ആൾക്ക് ഇന്ന് കാണാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് വരാൻ പറഞ്ഞോ. ഓക്കെ വരട്ടെ ഒരു സെക്കൻഡ്. അല്ല ഒരു 1 hour കഴിഞ്ഞ് 1 hour കഴിഞ്ഞ് കൊണ്ടുവന്നാ മതി. അണ്ണാ 1 hour കഴിഞ്ഞ് കൊണ്ടുവന്നാ മതി. ഒരു 1 hour കഴിഞ്ഞിട്ട് സെറമണി ഉണ്ടായിരുന്നു. ഓക്കെ ശരി. ആരെ സെറമണി? ഒരു ഗർഭിണി അല്ലടാ, സെറിമണി. വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ. എന്റെ നമ്പർ വേണ്ട സാർ. നമ്മൾ എന്തായാലും മാഡത്തിന്റെ നമ്പർ ചെയ്തിട്ടുണ്ട്. വിത്തിൻ 24 hours നമ്മൾ നോക്കട്ടെ കേട്ടോ? ഓക്കെ സാർ. ഓക്കെ താങ്ക് യു. കേസ് കൊടുത്തോ? പറഞ്ഞു
എന്താ താര, plan ഇപ്പൊ? In the memory അത് of ഞാൻ fallen രജിസ്റ്റർ police ചെയ്തേക്കാം താര. officers. Okay, 2 ഈ- days രജിസ്റ്റർ നോക്കാം. ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ? 2 days നോക്കാം. ഇതെല്ലാം വാറന്റ് ചത്തുപോയ കേസ്. പോലീസുകാരാണ് Okay. ഇവിടുത്തെ മനസ്സിലായ മനസ്സിലായി. ഉം. മെമ്മോറിയലിന് എഴുതിയിട്ടുണ്ട് അവിടെ. ഭരത് സാറിനെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റട്ടെ, സർ. നല്ലൊരു അയ്യോ ഓഫീസർ. സാറേ, അത് മറ്റേ ചത്തുപോയ പോലീസ് ഓഫീസർ അല്ല, ഇവിടുത്തെ മെഡൽ വാങ്ങിച്ച ഓഫീസേഴ്സാ. മെഡൽ അടിച്ചാണല്ലോ. വേണമെങ്കിൽ എന്നെ കാണാം, കുഴപ്പമില്ല. മെമ്മോറിയൽ മെമ്മോറിയലിൽ എഴുതിയേക്കുന്നത് താഴെ അല്ല, വായിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോഴേ പെട്ടെന്ന് ഞാൻ എത്തും അവിടെ, എന്താണെന്നറിയില്ല. ദൈവം രക്ഷിക്കുന്നതാണെന്ന് പോലീസ് തോന്നുന്നു. മെമ്മോറിയൽ ഇൻ ദ മെമ്മറി ഓഫ് അവർ ഫോളൻ പോലീസ് ഓഫീസർ വി ഓണർ ദെയർ അൺവേവറിംഗ് കറേജ് ആൻഡ് അങ്ങനല്ല. അത് അവിടെ അങ്ങനെ ആയിരുന്നു, സാക്രിഫൈസ് ആയിരുന്നു. പക്ഷെ ഈ കിടക്കുന്ന ഫോട്ടോസ് അവരതല്ല. അവരുടേതല്ല. ഓക്കെ, ഈ ബോർഡ് മാറ്റാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ പണിക്കാരൻ മാറ്റിയില്ല. ഓക്കെ അതാണ് സംഭവം. കുഴപ്പമില്ല സാർ, കുഴപ്പമില്ല. നാളൊക്കെ സാറിന്റെ ഫോട്ടോ വരില്ലേ? അങ്ങനെ പറയരുത് കേട്ടോ വാസു. വാസു വന്നു. ജീവിച്ച് കൊതിക്കിട്ടില്ല കേട്ടോ. ആശാൻ എല്ലാരും കാണുന്നുണ്ട് ഇപ്പൊ. ഇപ്പൊ എല്ലാരും കണ്ണു അപ്പൊ കൂട്ടത്തില്ലോ. ആശാനെ അപ്പൊ അവർക്ക് പറയാനുള്ള കാര്യം ആശാനൊന്ന് കേട്ടോ. പറ സാറേ. അതായത് പുള്ളി പറയുന്നത് വെച്ചാല് പുള്ളിയുടെ ഇഷ്ടപ്രകാരം പോയതാണ്, ആരും പിടിച്ചോണ്ട് പോയതല്ലെന്നാ പറയുന്നത്. അപ്പൊ കൂട്ടാ അതെയാ? നിങ്ങൾക്ക് പറയണ മനസ്സിലാവില്ല ആശാനെ. അതെ. പക്ഷെ എന്താന്നറിയാ വാസു, ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവനെ അന്വേഷിച്ചപ്പോ പറഞ്ഞ് പിന്നെ ചെങ്ങായിനെ ഇപ്പം അധോലോകത്തിലാന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇനി എന്തെങ്കിലും പ്രശ്നമായിട്ടാ മറ്റോ ഇവനെ പിടിച്ചോണ്ടതായെന്നൊന്നും അറിയില്ലല്ലോ. നമുക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് വരാനും പറ്റൂല. അപ്പൊ അതാണ് ഞാൻ വന്നിട്ട് കേസ് കൊടുത്തത്. കാരണം നമ്മളെ ചെക്കന്റെ സുരക്ഷ നമ്മൾ നോക്കണ്ടേ. പിന്നെ അത് വേണം. ആശാന അധോലോകം ഏറ്റവും ലാസ്റ്റ് പേരാ, ഫ്രണ്ടിലത്തെ പേര് ചെറിയ പേരാ. അതന്നെ. തക്കട് ആവാ. അപ്പൊ പ്രശ്നം സോൾവ് അല്ലേ? ഇപ്പൊ സാറേ, സഹദേവൻ സാറേ, വാസു പറഞ്ഞോ. ഇപ്പം ഒരു കാര്യത്തിനെല്ലാം ഒരു ഇത് വന്ന് ക്ലാരിഫിക്കേഷൻ വന്നില്ലേ? അത് വന്നു. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. വാ, പാവയോട് പറഞ്ഞോ. അതെ. എന്നാ പിന്നെ സാറേ, സഹദേവൻ സാറേ, ശരി. അങ്ങനെ കണ്ണ് കാണാത്തതാണ് ആശാനെ. ഒന്ന് പിടിച്ചോണ്ട് വരണേ. സാഹിബിന്റെ സ്റ്റോറി ഞാൻ കണ്ടാ? സാഹിബിന്റെ സ്റ്റോറി ഞാൻ കണ്ട്. എന്നെ വിളിപ്പിച്ചല്ലാന്ന്. സാഹിബിന്റെ സ്റ്റോറി കണ്ടു കഴിച്ചു. ഞാൻ ലൈവിൽ തന്നെ ഞാൻ കണ്ടായിരുന്നു. മുച്ചിരിക്ക് ബാനാ കഴിച്ചു. മുച്ചിരിക്ക് ബാനാ, നാളെ വരുന്നത്. വണ്ടി കെട്ടോണ്ട് പോയതാണ്. കോച്ചക്സ് താരയാണ്. താര ഈ കോച്ചിന്റെ കൂടെ നടപ്പത്ര ശരിയല്ല കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ അതെ, നീ നല്ല നിലയില്ല. അത് കാണുമ്പോഴാണ് ഒരു സന്തോഷം. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ് പുള്ളി, അറിയാലോ അത്. അപ്പം നമ്മൾ ആ ഒരു റെസ്പെക്ട് കൊടുക്കും. പുള്ളിക്ക് ഇപ്പൊ ഏകദേശം 40-45 വയസ്സുണ്ട്. നമ്മൾ ആ ഒരു റെസ്പെക്ട് കൊടുത്താണ് പുള്ളിയെ നിർത്തിയേക്കുന്നത്. ഇത് നിന്റെ പുതിയ സെറ്റപ്പാണോ? ഇങ്ങനെ ഒരാളുടെ സംസാരിക്കാൻ നിങ്ങൾ ഇതുവരെ ബാലൻസ് ഒന്നും പഠിച്ചില്ല ആശാനെ? അല്ല, ഞാൻ ഇത് നമ്മളെ കുടുംബത്തിലെ ബാലന്റെ ഇത് ബാലന്റെ ലവറാണ്. ഓ അത് ശരി. മോളെ പേരെന്നാ? താര. എന്റെ പേര് താര. നക്ഷത്രം. ഹലോ, അസു, നീ എന്താ എന്നിട്ടൊന്നും നീ നോക്കാത്തെ? ഞാൻ പറയാം. പെമ്പിള്ളറ് വേണ്ടല്ലേ ഇനി? ഞാൻ ആശാന്റെ അടുത്ത് കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് വന്നത്. താര, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം താരയുടെ അടുത്ത്. ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനില്ലേ? അയ്യോ, അത് വേറൊരു കേസ്. നിങ്ങൾ തുടർന്നെല്ലാം റിലേഷൻഷിപ്പ് ആക്കല്ലേ ആശാനെ? ഒരുമാതിരി മറ്റേ വയസ്സന്മാരുടെ പരിപാടി കാണിക്കല്ലേ? നിന്റെ കുടുംബത്തിൽ പെണ്ണിനെ കയറ്റില്ലാന്ന് പറഞ്ഞിട്ട് ഇന്റെ കുടുംബത്തിൽ ഇപ്പൊ എല്ലാവർക്കും പെണ്ണുണ്ടല്ലോ. നീ ഒഴികെ കുടുംബത്തിൽ പെണ്ണിനെ കയറ്റിയിട്ടില്ലല്ലോ. വാസു, നിന്റെ വണ്ടി അടിപൊളിയാണ് കേട്ടാ. ആ നേരത്തെ ഓടിച്ചു നോക്കിയതിനു മുതിരേന്റെ വണ്ടി. ഒന്ന് മെല്ലെ പോണേ, എന്റെ വണ്ടിക്ക് ചേസ് ചെയ്യാൻ പറ്റില്ല.
അയ്യോ ജോലി set ഞാൻ ആക്കി വന്നിട്ടില്ല വണ്ടിയാണ്. ഞാൻ കേറിയില്ല വണ്ടിയില് അപ്പൊ ഗ്യാങ് വണ്ടി ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്ത് നീ വണ്ടി കൂട്ടണേ ഈ വണ്ടി ചേസ് ചെയ്യാൻ പറ്റൂലേ? ഏത് വണ്ടിക്കാ മന്ദാര എവിടെ നിന്റെ വണ്ടിക്ക് മന്ദാര എവിടെ ഇരിക്കുന്നത് ഞാൻ കേറിയില്ല എന്റെ വണ്ടിയിൽ 6 ആക്ക് പോയേന്. ഇതെന്താ തുറക്കാത്ത നിങ്ങളൊക്കെ എവിടെ പോയി ആ സുനീനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ല അല്ലേ? എവിടെ പോറോ? ഹലോ വാസു എങ്ങനെ പോകുന്നു വണ്ടി കച്ചവടം? നന്നായിട്ട് പോകുന്ന ആശാനെ, സന്തോഷ സമാധാനമായിട്ട് നമ്മള് ജീവിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ആശാൻ ഇപ്പൊ ഇങ്ങനെ വരുന്നത്. ആണല്ലേ? ആശാന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ്? നല്ല പോന്നപ്പാ. പക്ഷെങ്കിൽ ഞാൻ എന്റെ അമ്മക്കുട്ടീനെ ചോദിച്ചു, അപ്പൊ പറഞ്ഞു ഓള് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അതിപ്പോഴും വിട്ടില്ലല്ലേ? അതെങ്ങനെയാ വിടുവാ മോനെ? ഞാൻ വിട്ടതൊക്കെ നിന്നോട് ആരെ നോക്കാൻ വേണ്ടി പറഞ്ഞ ഞാൻ ഓൾറെഡി നോക്കിയതാണല്ലോ. അത് നീ നോക്കാത്ത ആരാ ഇല്ല ഈ സിറ്റിയില്? ആ ബാലന്റെ പെണ്ണുണ്ടാവുമായിരിക്കും നോക്കാത്ത, അല്ലാത്ത ഏതാ ഉള്ളത് ഇവിടെ സിറ്റിയിലുള്ളത്? ഞാൻ അങ്ങനെ ആരെ പറയാൻ പോണ ഒരു ടൈപ്പ് അല്ല ആശാനെ. അത് ശരിയാ, അത് ശരിയാ. നടക്കാനാ ഇഷ്ടം. അതെ, നമ്മുടെ പുറകെയാണ് പുറകെ പേര് വരുന്നത്, മനസ്സിലായോ? അല്ലാതെ ഞാൻ അങ്ങോട്ട് പോകേണ്ട ഗതികേടൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും നന്നായി. ആശാന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണം? ആശാൻ ഉണ്ടാവോ ഇവിടെ? ഞാനാ നോക്കട്ടപ്പ, ഉറപ്പില്ല. ഇടക്കിടക്ക് വരാം. വാസു നീ അറിഞ്ഞ എലി സ്കൂൾ തുടങ്ങി പോലും. ഓ അത് ഞാൻ പിന്നെ എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? ആ ഓളത്ത് ഞാൻ ചോദിച്ചു, ഈ ബുദ്ധി വിവരമില്ലാത്ത നീയല്ല എങ്ങനെ സ്കൂൾ തുടങ്ങിയെന്ന്. ഇത് തന്നെയാണ് എന്റെ സംശയം. ആ അതന്നെയല്ലേ പറയുന്നു. ഓള അതിന്റെ പ്രിൻസിപ്പൾ ആവല്ലോ, അത് ഏറ്റവും വലിയ കോമഡി. അതെ അതെ സത്യം. പിന്നെ 5ാം ക്ലാസ് പോലും പഠിക്കാത്തതൊക്കെ ആടെ പഠിക്കാൻ വരുന്ന പിള്ളേരെ കാര്യം ഞാൻ ആലോചിക്കുന്ന. നിങ്ങളെ വണ്ടി എടുത്ത് എലി വിദ്യാലയത്തിലോട്ട് അങ്ങോട്ടോ 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 ആടെ ഓള് ഉണ്ടാവുക? ഉണ്ടോ നോക്കാം. ആശാനെ ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറയാം. എനിക്ക് അവളോട് ഒരു താല്പര്യമില്ല ഇപ്പം. ഓക്ക് നിന്നോടും താല്പര്യം ഇല്ലല്ലോ, വണ്ടി ഉണ്ടായിട്ടില്ലല്ലോ. നീയല്ലേ ഓളെ ബാക്കിൽ ഇറന്നിട്ടുണ്ടായിരുന്നേ? എലി മറ്റേ എലി വിദ്യാലയത്തിലുണ്ടാ എലി? ഞാൻ നിങ്ങൾക്ക് സംസാരിക്കരുത് കേട്ടാ. എനിക്ക് ഓർമ്മയില്ലേ നമ്മള് ഡോക്ടറെ കാണിക്കാൻ പോയതെല്ലാം? ജോണിയല്ല, എലിയാടി ഉണ്ട്. അതെ അതെ അതെ, അനക്കും അതെ. ആ ബാബുടെ. പക്ഷെ ആശാനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആശാൻ ഉള്ളടം വരെയുള്ള സ്റ്റോറി എല്ലാം അറിയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള പെട്ടെന്ന് ഞാൻ ബ്രീഫായിട്ട് പറയാം. ആശാനെ ചന്ദ്രന് ബുദ്ധി ഇല്ലാത്ത ചന്ദ്രന് ബ്രെയിൻ ട്യൂമർ ആവുന്ന വരെ പറഞ്ഞ് ഞാൻ അവളെ വളച്ച് സെറ്റാക്കി. മുതുക്കിലാടാ? എലി വിദ്യാലയത്തിൽ പൊക്കെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഏട്ടാ, ബുദ്ധി ഇല്ലാത്ത ചന്ദ്രന് ബ്രെയിൻ ട്യൂമർ വരെയാണെന്ന് പറഞ്ഞ അവളെ വളച്ച് സെറ്റാക്കിയതിനു ശേഷം ഇവള് ഒരു 10-20 ദിവസത്തേക്ക് സിറ്റിയിൽ വന്നില്ല. ഞാൻ വിചാരിച്ച കെയറും കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടിയില്ല. എലിയുടെ അടുത്ത് വന്ന് ഞാൻ വിചാരിച്ച ഒരു കെയറും കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടിയില്ല. പിന്നീട് ഞങ്ങൾ ഇടക്കിടയ്ക്ക് മാത്രം കാണാൻ തുടങ്ങി. അപ്പോഴത്തേക്കിന് ഞങ്ങൾ തമ്മിൽ ഒരു ഗ്യാപ്പ് വളർന്നു. ഈ സമയത്ത് അവൾക്ക് അവളുടെ ലൈഫിൽ ഏതോ പന്നിപ്പൊക്ക് കച്ചവടക്കാരനും കുണ്ണ കച്ചവടക്കാരനും ഒക്കെ വന്ന്. പക്ഷെ നിന്റെ കയ്യിൽ അണ്ടി ഉണ്ടല്ലോ. എന്ത് അണ്ടി ഫാക്ടറി ഇതിനേക്കാളും മുടക്ക് മുതലും മറ്റേ വരുമാനം ഉള്ളൊരു സാധനമായിരുന്നു അത്, മനസ്സിലായ? എന്നിട്ട് ഇവളെന്നെ കമ്പയർ ചെയ്യാനൊക്കെ തുടങ്ങി. പന്നി കച്ചവടം 10-50 ഏക്കർ. എനിക്കിതൊക്കെ ട്രിഗറായി പൊളിഞ്ഞ് പറഞ്ഞേക്കെ. എന്നിട്ട് ഇവള് നൈസായിട്ട് എന്നെ പറ്റിച്ച് എന്റെ കുറച്ച് ഫണ്ടൊക്കെ ഒപ്പിച്ച് നൈസായിട്ട് ഈ സ്കൂൾ, പിന്നെ സത്യമുള്ള കാര്യമല്ലേ ഇത്, ഈ നാട് മൊത്തം അറിയാം. പിന്നെ എന്നിട്ട് എന്റെ സാധനങ്ങളെല്ലാം മേടിച്ച് പൈസയൊക്കെ നൈസായിട്ട് ഒസ്കിയിട്ട് നേരെ കൊണ്ടുപോയി അവിടെ സ്കൂളിൽ ഇൻവെസ്റ്റ് ചെയ്ത്, മനസ്സിലായ? നിന്റെ വലിയ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ടാടാ. അതെ അതെ അതെ, ഇത് കാണുമ്പോ സുഖിച്ച് ഞാൻ ആരോടും ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചേട്ടാ. ഇവള് കള്ളി. ഇവളുടെ അച്ഛനും ആളുടെ അച്ഛൻ അതിലും വലിയ കള്ളനാണ്, മനസ്സിലായ? പുള്ളി ഇപ്പഴും ചെയ്യില്ല. കുടുംബപരമായി കള്ളന്മാരാണ്. അതെ, ഇവിടെ അച്ഛന്റെ അച്ഛനെ വരെ ലുക്കൗട്ട് നോട്ടീസ്. ഇവരുടെ ഒരു കുടുംബത്തിന്റെ മഹിമ എന്നു പറഞ്ഞാൽ ലുക്കൗട്ട് നോട്ടീസ് വന്നാൽ അപ്പൊ കല്യാണം നടത്തും. അതാണ് അവരുടെ ഒരു കുടുംബത്തിന്റെ അച്ചീവ്മെന്റ്. അതാണ് അച്ഛന്റെ ഫോട്ടോ മറ്റേ ലുക്കൗട്ട് നോട്ടീസ് വന്നപ്പോഴാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അന്നാണ് ഇവളുണ്ടായത്. ഇപ്പൊ ഇവളുടെ ഫോട്ടോ ഇവിടെ സ്ഥിരം പീഡിയിൽ വരും. അച്ചീവ്മെന്റ് അവൾ അൺലോക്ക് ആക്കി, മനസ്സിലായോ? ഇങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്. എനിക്ക് പീഡിയിൽ വരാൻ വേണ്ടിട്ട് പറ്റൂലെന്ന്. അതെന്താ കാരണം? ഇതാണ് കാരണം. പിന്നെ
ഇവള് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ വെല്ലിച്ചിന് കല്ലറ പണിയുന്നത് പോലെ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഒരു ഷെഡ് പണിതിട്ട് ഒരു ബസ് സ്റ്റോപ്പ് പണിത്. അത് ഞാൻ ചോദിച്ചിന്. ഞാൻ പറഞ്ഞു നീ ബസ്സിന് പോക്കില്ലല്ല, പിന്നെന്തിനാ നീ ഓന് വേണ്ടിട്ട് ബസ് സ്റ്റോപ്പ് തുടങ്ങിയെന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ. അതാ ഞാൻ പറഞ്ഞേ, ഈ സിറ്റിയിലെ ബസ് പോലും അവിടെ ബസ് നിർത്തുപോലും ഇല്ല, മനസ്സിലായ? എന്നിട്ട് ഇവിടെ എന്നിട്ട് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം കൂടെ പണിതങ്ങ് വെച്ച്. കണ്ട പട്ടിക്കൂട് ഇതിലും നല്ലല്ലേ? ഞാൻ നോക്കി ഇതിനകത്ത് ഇരിക്കാൻ ഒരാൾക്ക് പറ്റുമോ നോക്കിയേ ആശാനെ. ഇതിനകത്ത് ഒരാൾക്ക് ഇത് നിന്നെ നാണം കെടുത്താനായിട്ട് ഇവിടെ ആക്കി വെച്ചാൻ തോന്നുന്നു ഇത് സാധനം. ഉറപ്പായിട്ടും ഇതിന്റെ ഫണ്ടിൽ നിന്ന് വാസുവിന് സമർപ്പിക്കുന്ന ബസ് സ്റ്റോപ്പ്. അവളുടെ അച്ഛന് ഒരു കോണകം സമർപ്പിക്കാൻ പറ ആദ്യം, എന്നിട്ട് മതി എനിക്ക് ബസ് സ്റ്റാൻഡ്. അവളുടെ അച്ഛന്റെ നിധി ഇരിക്കണം ഇതിനകത്ത്. ഓള് വരട്ടെ, ഓളോട് ചോദിച്ചോക്കാം. ഇല്ല ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞതായിട്ട് വരില്ല, ഞാൻ ആറ്റിറ്റ്യൂഡ് ഇട്ടേ നിക്കുള്ളൂ കേട്ടാ. അതാ നല്ലത്. അതെ, പക്ഷെ ഞാൻ കാര്യം പറഞ്ഞ ഓളെ കാണുമ്പോ ഇനിയിപ്പൊ നീ ഓളെടുത്ത് ഇതായേക്കളല്ലേ? എന്ത് അങ്ങനെ നീ കാണുമ്പോ ഇനിയിപ്പോ ഓളെ നീ കാണുന്ന സമയത്ത് പഴയ ഇതൊന്നും ഓർമ്മയൊന്നും തേക്കി വന്നേക്കല്ലാന്ന്. കൊറേ പെൺപിള്ളേർ ഇറങ്ങിയിട്ടുണ്ടേടാ. എന്താ ഒരു കണക്ക് ടീച്ചറുണ്ട്. ഇങ്ങനൊന്നും ഞാൻ പറയട്ടെ. പണ്ടത്തെ പോലൊന്നും അല്ല ആശാനെ, മൊത്തം പെൺപിള്ളാരാ. ആടാ ഞാൻ കണ്ട്. അനക്ക് ഇടുത്ത കണക്ക് ടീച്ചറുണ്ട്. ഞാൻ ചോദിച്ചു ഓക്ക് കുറക്കലാന്ന് തോന്നുന്നില്ല ഏറ്റവും ഇഷ്ടം. നീ കണ്ടേ വീട്ടിലെ സെറ്റപ്പാ. കണക്ക് ടീച്ചറുണ്ട്, പിന്നെ മറ്റേ വേറെ കൊറേ ടീച്ചറുണ്ട് ഇടാ. ഞാൻ ചോദിച്ചു എനക്ക് ഇവിടെ എന്തെങ്കിലും ഒരു അഡ്മിഷൻ തരുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഒന്നുമില്ലെങ്കിലും കണക്കെങ്കിലും പഠിക്കാൻ വേണ്ടി വിട്ടാ മതി. കണക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സിറ്റിയിലുള്ള മൊത്തം ചിക്സ് ഇവിടെ വരാറുണ്ട്. പഠിക്കാൻ വേണ്ടിട്ടാ? അല്ല, പഠിക്കാൻ ഇവിടെ കൊച്ചു പിള്ളേരല്ലാതെ ആരാ വരുന്നത്? കൊച്ചു പിള്ളേരുടെ സ്കൂളല്ലേ? ഇല്ലറാകെ ആ ചന്ദ്രന്റെ മൊണ്ണ മാത്രമേ ഉള്ളൂ. അതിനാണെങ്കിൽ പഠിക്കാനുള്ള ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. ചന്ദ്രന്റെ തലയായിരിക്കൂലേ ഈ പറഞ്ഞ കണക്ക് ടീച്ചറേ. ചന്ദ്രന്റെ ഭാര്യയാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഒരു നീലമുടി. അയ്യോ, അത് അലീനയാ. അത് ചന്ദ്രന്റെ. ശരി, പേര് മാത്രമുള്ള ആശാനെ. അവരാ കഴിവൊന്നുമില്ല, മനസ്സിലായ? അപ്പൊ കൊഴപ്പില്ല. പക്ഷെ ഈ ബാലനെല്ലാം എങ്ങനെയാടാ ഇങ്ങനത്തെ പെണ്ണിനെ കിട്ടിയേ? ഞാനും ആലോചിക്കുന്ന ആശാനെ, എങ്ങനെ ഇവർക്കൊക്കെ സിറ്റ് ആയത്? അതന്നെയല്ലേ പറയുന്നത്. ഇവിടെ ബാലന് വരെയായി. ഇവിടെ എന്ന് പറഞ്ഞ ആശാനെ ഇപ്പൊ ഈ ലുക്സിലും നമ്മുടെ പ്രവൃത്തിയിലൊന്നും അല്ല. മറ്റേ പൂക്കി ഡ്രസ്സൊക്കെ ഇട്ട് 24 മണിക്കൂർ ഇവിടുമായിട്ട് തോലിപ്പിച്ച് നടക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ പെണ്ണൊക്കെ കിട്ടുള്ളൂ. അത് നമുക്ക് ശരിയാവില്ല വാസേ. പിന്നെ നമുക്ക് എന്തോരം ദൂർകൂട്ടം കാര്യങ്ങളുണ്ട്. എനിക്കെല്ലാം എത്ര വയസ്സായി, എനക്കെല്ലാം പിന്നെ ഒപ്പിക്കാന്ന്. എനിക്കൊന്നും തീരെ പറ്റൂല. ഇതാ മുടിയെല്ലാം നന്ന പറ്റപ്പോയിന് കേട്ടാ. മുടിയെല്ലാം പണ്ടത്തെ പോലെ നല്ലല്ലേ? പെണ്ണിനെ കുറിച്ചിട്ട് വയസ്സ് പറയല് അങ്ങനെ പറയലൊന്നുമില്ല. വയസ്സിലും ആശ പറയുമ്പോ അത് ഓക്കെയാണ് ആശാനെ. പക്ഷെ പുറത്ത് ഈ ഇവന്മാരുടെ മുമ്പിൽ ഞാൻ ഇപ്പോഴും ഇങ്ങനെ മുടിയുടെ കാര്യമൊക്കെ പറയുമ്പോ ഇന്നലെ ആണേ നോക്കിയോട്ടെ, ഇപ്പൊ തന്നെ നരച്ച് കണ്ട കഴിയല്ലേ? അത് അവളാ പറഞ്ഞോണ്ടിടിച്ചാണോ മൈൽസ്? 5 കുരകന്മാരോ കൂട്ടിട്ടേ വരുന്നോളൂ. കണ്ടാ You bestie, I bestie, we are bestie. ഹലോ ദാമോദര, ചുമ്മാണ് വെറുതെ ഒന്നുമില്ല. എന്താ കളിക്കുന്ന അവസ്ഥ എടുത്തെന്ന് പറഞ്ഞിട്ട് ചുമ്മാറിഞ്ഞ അടുത്തുണ്ട്. എടാ, ഇന്ന് സിറ്റുവേഷൻ ഒന്നും എടുക്കില്ലടാ. ബാക്കി അടുത്ത് ബാക്കി ഇവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുക. ചുമ്മാ പറയാ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കൊരങ്ങന്മാർക്കിടക്കൊക്കെ അഡ്മിഷൻ കൊടുക്കാനാ. വായിലെന്തോ കേറി വാസുവിന്റെ.
ആശാനെ വാസു ആശാൻ വാസു ഇവിടെ സംസാരിക്കുമ്പോ മനുഷ്യന്മാർക്ക് മാത്രല്ല കൊരങ്ങന്മാർക്കും അഡ്മിഷൻ കൊടുക്കും. നീ വേണമെങ്കിൽ ഒരു കൈ നോക്കിക്കോ. കൊരങ്ങനെ കാണുമ്പോ എനിക്കിട്ട് ഇവനെ മാറ്റി എടുത്ത് സംസാരിക്കാൻ വരുമ്പോ ഇങ്ങനെ ഓന്റെ മുഖത്തൊക്കെ എന്തൊരു ഐശ്വര്യായി അവന്റെ മുഖത്തൊക്കെ. ആനിമൽസിനോട് വളരെ മാന്യമായി പെരുമാറണമെന്നാണ് ആശാനെ കേട്ടോ. പ്രത്യേകിച്ച് എലികളോട് അല്ലേ? അതെ. എന്തിനാണോ ഇങ്ങനെ ഇറന്ന് മേടിക്കാൻ വേണ്ടി ഓരോരുത്തർ വരുന്നത്? കണ്ടപ്പോൾ നല്ല ഞാൻ കുറച്ച് കുരങ്ങന്റെ തീട്ടം വാരി മുഖത്ത് വെച്ചായിരുന്നു. എന്നിട്ട് നിനക്ക് ഇതുവരെ നിന്റെ നേരത്ത് ചൊറിയാൻ കണ്ടില്ലല്ലേ ഇതുവരെ? ഓന് ചൊറിയാനല്ലേ 3-4 പെമ്പിള്ളേര് ബാക്കില്. കൊരങ്ങനും കൊക്കൊന്നും ഇതാക്കണ എനിക്ക് കേട്ടോടിക്കാൻ പറ്റത്തില്ലടാ, മനസ്സിലായ? ഇങ്ങനെ പോലല്ലേ മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം. ഇത്രയും മനുഷ്യന്മാരുടെ ഡോമിനൻസിൽ നീ എവിടെ വെച്ച ആളാവടാ? ആശാനെ പിടിച്ച് പ്രസിഡന്റ് ആക്കി ഇവിടെ പറഞ്ഞാ മതിയല്ലേ സാറ്? ഇതിനെ വാസു ഇതിനെല്ലാം ഇത്രയും നിലവാരം പ്രതീക്ഷിക്കണ്ടു. ഇവിടെ നടത്തുന്ന സ്കൂളല്ലേ, പിന്നെ ഇത്രയും നിലവാരം പ്രതീക്ഷിക്കണ്ടു. പ്രതീക്ഷിച്ചാ മതി. കൊരങ്ങനും ഇവിടെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ വരുന്നത് മറ്റേ ഈ പറയുന്നത് പോലെ ജിറാഫ് അവരൊക്കെയാണ്. ഇങ്ങനെ കുറെ സാധനങ്ങളാണ് ഇതിനകത്ത്, മനസ്സിലായോ? അല്ലാതെ വേറെ മനുഷ്യന്മാരുടെ ഇവിടെ പഠിക്കാൻ ആകെ ഉള്ളത് ചന്ദ്രൻ മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് ദത്തെടുത്തോണ്ട് വന്ന ഒരു കൊച്ചിറക്കലുണ്ട്, അവൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരു പരട്ടച്ചക്കൻ കേട്ടാ, സത്യം ഒരു പേഴ്ച തലകറിച്ച് തന്തയൊക്കെ മോശം ചെറുക്കൻ. അങ്ങനെ ആണുങ്ങളായ കൊച്ചുങ്ങളൊക്കെ ഉണ്ടാവും. അതെന്താ നിനക്ക് കൊച്ചുങ്ങളുണ്ട്? നിനക്ക് കൊച്ചു വേണം ഇപ്പൊ? തലേ കയറാൻ വേണ്ടിട്ടാണ് ആൾക്കാർ, മനസ്സിലായ? കൊച്ചുണ്ടാവുന്നതല്ല എനിക്ക്. വേണ്ട അത് പറഞ്ഞാൽ ചിലപ്പോ ഒഫൻസീവ് പോയി. ആശാനെ എന്നെ കൺട്രോൾ ചെയ്യാം. ആശാനെ എന്നെ കൺട്രോൾ ചെയ്യും. നിങ്ങൾ എന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് രണ്ടാക്കും കൺട്രോൾ ഇല്ലേ? എനിക്ക് ആശാത്തിന് കൺട്രോൾ ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഒക്കെ തോന്നണമെങ്കിൽ അല്ല ആശാനെ പെണ്ണുങ്ങളൊക്കെ കാണണം. അല്ലാതെ ഇതുപോലത്തെ മറ്റേ ഇതിനകത്ത് തുണി വിറ്റിയതിനെയൊന്നും കണ്ടാൽ എനിക്ക് അങ്ങനെ ഒന്നും വരത്തില്ല. പോസ്റ്റ് പോയ തന്ത നീ കൊറേ നാളെ മറ്റേ പന്നിക്കച്ചവടക്കാരനുണ്ട് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ആശാനെ ഞാൻ ഇതൊക്കെ കേൾക്കാൻ. കൺട്രോൾ പോകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഫീലിങ്സിന്റെ കാര്യമാണ് പറഞ്ഞത്, മനസ്സിലായ? വികാരം പൊന്നാശാനെ ഒരുത്ത എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവന്റെ 10 ഏക്കർ പന്നിത്തോട്ടം തരാൻ നീ എന്റെ കൂടെ വരാമെന്ന്. ഞാൻ അന്നേരം റിജക്ട് ചെയ്ത് വിട്ടു. അത് എന്തിനു വേണ്ടിട്ടാണ്? ഈ പണ്ട് കണ്ട പെണ്ണുങ്ങൾ ഫുഡ് ഉണ്ടോ? മനുഷ്യൻ തിന്നുന്ന എന്തെങ്കിലും കെവിനെ മനുഷ്യൻ തിന്നുന്ന എന്തെങ്കിലും ഉണ്ടോ തന്നെ? നിനക്ക് ബാക്കിയുള്ള കൊരങ്ങന്മാരെ കണ്ടാ തിരിച്ചറിയോ? എല്ലാ അമ്മയും സെയിം മോന്തയല്ലേ? എല്ലാവർക്കും ഈ മോന്ത തന്നെയല്ലേ? എന്തിനൊക്കെ തിരിച്ചറിയാൻ പറ്റും? ഒരു മിനിറ്റ് 1102 എന്നോട് സ്കൂൾ ഓർക്കാൻ പറയടാ അപ്പുക്കുട്ടാ. ഇവനെ കാണുമ്പോഴേ ഉണ്ടോ വെച്ചങ്ങ് അറിഞ്ഞു കൊടുക്കാം. കോച്ച് 1102 താ കോച്ച്. ആരെങ്കിലും ഒരു ഫുഡ് തന്നെടാ, ചൂടെ ഫുഡ് തന്നെടാ. തനി കൊരങ്ങന്റെ പടം മിൽക്ക് ഷേക്ക് കണ്ടപ്പോഴത്തേക്ക് ചാടി അങ്ങ് പിടിച്ചതില്. ഐഡി 1102 ഒരെണ്ണം. അതാരാ തന്നോ എനിക്ക്? അതേ ഉള്ളു തീർന്നു. കടഞ്ഞെടുത്ത മിൽക്ക് ഷേക്ക് എടാ കൂടെ പറയുന്ന ആശാനെ തുറന്നിട്ടില്ല, തുറക്കണം.
അച്ഛനെ ഞാൻ പറഞ്ഞില്ലേ ഇവൾ എന്റെ അടുത്ത് ഇങ്ങനത്തെ വർത്താനം മാത്രമേ പറയുള്ളൂ. ഇവളുടെ അടുത്തൊക്കെ എങ്ങനെ റൊമാൻറ്റിക് ആവാൻ പറ്റും ആശാനെ? ആശാൻ തന്നെ പറ. ഒട്ടും പറ്റൂല. ഒരിക്കലും പറ്റുന്ന കാര്യമല്ല അത്, മനസ്സിലായോ? ചോണമുടിയും നീലമുടിയും ഒക്കെ എന്റെ ബെസ്റ്റി ആയിക്കോട്ടെ. ബെസ്റ്റി വരും വരും. യു ബെസ്റ്റി ഐ ബെസ്റ്റി വി ആർ ബെസ്റ്റി ബെസ്റ്റി. ഒരു കാലത്ത് ഞാൻ കല്യാണല്ലോ ഓർമ്മിച്ചു പോന്നു ഞാൻ. ആരുടെ? നിന്റെ. എന്റെ? എനിക്കതൊന്നും ഓർമ്മയില്ല. എനിക്ക് കല്യാണം, എനിക്ക് ഗ്യാങ്ങാണ് പ്രയോറിറ്റി. എന്താ പ്രയോറിറ്റി? ആശാനെ നമ്മള് വണ്ടിയിൽ വെച്ചിട്ട് സംസാരിച്ച ആശാനെ. ഞാൻ അല്ല, അനക്കും വാസുവിന് ഒരു ഇംഗ്ലീഷ് ക്ലാസ് തരുവാ. ഇവളുടെ ഇംഗ്ലീഷ് ക്ലാസ് കേട്ടിട്ട് പോയാൽ മതി. വാ. ഇതെങ്ങനെ ഇരിക്കണ്ട വാസു? അതിനെ കണ്ണ് വെച്ച് നോക്ക്. കണ്ണ് വെച്ചിട്ട് ആൾട്ട് കണ്ണ് വെച്ച് നോക്കിട്ട് സിറ്റ് ഡൗൺ. നമ്മളൊന്നും ബാക്ക് ഈ പ്രയോറിറ്റി എന്ന് പറയുന്ന ആളുകളെ ഞാൻ എന്തോ പഠിപ്പിച്ചിട്ട് എന്തോ അത് നമ്മള് പണ്ട് അങ്ങനെ പറയല് അല്ലേ? പ്രയോറിറ്റി സമ്മതിച്ച് ക്ലാസ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല. ആധാർ കാർഡിന്റെ വെരിഫിക്കേഷൻ വന്നപ്പോ അച്ഛന്റെ പേരെന്ന് ചോദിച്ചപ്പോ വെയിറ്റ് ചെയ്യാൻ അമ്മയോട് ചോദിക്കട്ടെ പറഞ്ഞോളാം. ആണോ? നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? കഴുകനെന്നാണോ? കഴുകനെന്നാണോ? അല്ല, ഗോപാലൻ. ഗോപാലനെന്നാണോ? എന്റെ അച്ഛന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അനാഥനാ. കണ്ടോ? അതുപോലെ തന്നെ എനിക്കും അറിയത്തില്ല, കണ്ടില്ലാത്തവളാ ഞാന്. അന്തസ്സായിട്ട് പറയുന്നുണ്ട് കേട്ടാ വാസു. മറ്റേ പിഴച്ച ചേർക്കണം. വാസു അല്ല, മറ്റേ ഇവിടെ എലി പഠിപ്പിക്ക്, 2 അക്ഷരം പഠിപ്പിക്കും. നീ എങ്ങനെയാ പിള്ളേരെ പഠിപ്പിക്കും നോക്കട്ടെ. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല. മാത്രമേ ഉള്ളൂ. അത് ആ ചെറുക്കനെ നോക്കിയാൽ പെർഫെക്റ്റ് എക്സാമ്പിൾ കണ്ടാ. ഇതാണ് ചന്ദ്രന്റെ മൊണ്ണ. കണക്ക് പഠിപ്പിക്കട്ടെ. കണക്ക് ടീച്ചർ വിളിക്ക്. കണക്ക് ടീച്ചർ ഇംഗ്ലീഷ് തമിഴ് ടീച്ചർ. എന്താ പഠിപ്പിക്കുന്നേ? വാസു തമിഴ് വേണോ ഇംഗ്ലീഷ് വേണോ? അല്ല, തമിഴ് വേണോ അല്ലെങ്കിൽ കണക്ക് വേണോ? കണക്ക് സണ്ണോട് ഓപ്പോസിറ്റ് ഉണ്ടോ? മൂൺ അല്ല, ഡോട്ടർ. ശരി, അടുത്തത് കേള്. ഓപ്പോസിറ്റ് അല്ല, റോങ്. ഇതന്നെയാന്ന് പറഞ്ഞത്. പിള്ളേർ ഈ ടീച്ചറിന് ഈ 2 ക്വസ്റ്റ്യൻ അറിയത്തുള്ളൂ. ഞങ്ങളുടെ അടുത്ത് ഇത് തന്നെ അയച്ചു. யாரு சொன்னா? ടീച്ചർമാരൊന്നും ഇല്ലേടാ. മനസ്സിലായി സ്കൂളില് പിള്ളേരില്ലാത്ത എന്താണെന്ന്. കൊരങ്ങനൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ? ആശാനെ, നമ്മുടെ പ്ലാൻ എന്തായാലും നടത്തണം. എല്ലാ വീഡിയോയിലും കയറി കൊച്ചുങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിപ്പിച്ച് അഡ്മിഷൻ എടുപ്പിക്കണം. അതാ ശരിയാവത്തില്ല. എല്ലാ വീട്ടിലും കയറി കൊച്ചുങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നത് ആശാൻ പറഞ്ഞു എനിക്ക്. ചില്ലറ കഴപ്പല്ലേ ആശാനെ നിങ്ങൾക്ക്? എല്ലാ വീട്ടിലും കയറി വരാതെ പറയാനൊരു അവസരം അതിനല്ലേ? ഹലോ അണ്ണാ, പറയടാ. ഇത് എന്റെ മോൻ സിജു ഉച്ചിയ. സിജു മോനെ. സിജു ഉച്ചിയ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു നമസ്കാരം പറയുന്നൊരു മോനെ കണ്ടിട്ടാ. എന്താ ബഹുമാനം. കിട്ടിയല്ലേ എനിക്ക്
നീ റെഡിയാക്കിയതാണോ വേറെ? மறுபடியும் ரிப்பீட் பண்ணு ലോൺ അതിന്റെ കയ്യിൽ ലോൺ നേരത്തെ പറഞ്ഞില്ലേ ഓന്റെ പൊങ്ങാന്ന് உங்களுக்கு அதெல்லாம் அது வாசுமாவனா வாசுமாவனா क्वेश्चन கேட்டு உங்களுக்கு ஆன்சர் கூட பண்ண முடியல ഞാൻ ഒരു പ്രാവശ്യം കണ്ണാപ്പിയാണല്ലേ പറഞ്ഞത്? ലാവണി എടുക്കണം കണ്ണാപ്പി പറഞ്ഞ വിശ്വസിക്കാം. ആവണിയുടെ തമിഴ് ക്ലാസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അവളെ എന്താണ് പഠിപ്പിക്കുന്നത് എനിക്കൊന്നും അറിയണം. ഇല്ലില്ല, ഇത് തന്നെയാണ് അച്ഛൻ്റെ. ഇത് തന്നെയാണ് കണ്ടറിയാം. ഞാൻ ഒരു നല്ല മാച്ചല്ലേ? ആശാനെ ഇവിടെ തമിഴ് പെൺപിള്ളാരെ വളയ്ക്കാൻ നടക്കുന്ന ഏതെങ്കിലും ഒക്കെ വായി നോക്കിയോണ്ടെങ്കിൽ നമ്മുടെ തമിഴ് ടീച്ചർ ഇന്നത്തെ ക്ലാസ് ഞാനും അച്ഛനും കണക്കില്ലേ കണക്കില്ല. നിങ്ങളുടെ ഇറക്കം ഇങ്ങോട്ടൊന്ന് മനസ്സിലാവുന്നുണ്ട്. സൗണ്ട് കേൾക്കുമ്പോഴേ ഉണ്ടല്ലോ ഭയങ്കര അലപ്പ് കേട്ടോ എല്ലാരും കൂടെ. നല്ല മോനല്ലേ? எல்லாருக்கும் நான் பேசுறது கேக்குதா இல்லையா? சரி, சோ எல்லாருக்கும் வணக்கம். என்னோட பேர் ஆவணி. நான் தான் உங்களோட தமிழ் டீச்சர். வணக்கம். வணக்கம். இனி எல்லாருமே எழுந்திருந்து உங்க பேர் சொல்ல முடியுமா? பேச முடியும். இன்ட்ரோடக்ஷன் தான் நம்ம ஃபர்ஸ்ட் கிளாஸ்ல பண்ண போறோம். மார்னிங் டீச்சர். குட் மார்னிங். அது வந்து நீங்க வந்து தமிழ்ல பேச ட்ரை பண்ணுங்க. അപ്പുകുട്ടൻ. തമിഴ് അപ്പുകുട്ടൻ. അപ്പുകുട്ടൻ. ആശ തുടങ്ങിക്കോ. അപ്പുകുട്ടന്റെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അണ്ണാ അപ്പുകുട്ടൻ പറഞ്ഞോ. ഏ പേര് അപ്പുകുട്ടൻ. ടെസ്റ്റ് വിറ്റ് മേഡം. അല്ല മാം. இந்த ஒரு അവന്റെ ഊരാൻ പറഞ്ഞു. ഊര് സ്ഥലം സ്ഥലം இடம் ഇടം പലേറ്റ. ഓ മേഡത്തോട് ഊരേ. மேடம் മേഡത്തോട് ഊരെങ്കേ என்னோட ஊர் வந்து கலிபோர்னியா. നീ എന്തിനാ ഇരിക്കുന്ന അവിടെ ഇരി. കേട്ടപ്പോ എനിക്ക് നിന്നതാ. உங்களுக்கு தமிழ் லாங்குவேஜ் பத்தி உங்களுக்கு என்ன தெரியும்? എടാ പേസ് കൂട്ട പേസ്. ரொம்ப പ്രഭാതം. നല്ല ടേസ്റ്റ് ഉണ്ട് മേഡം. சரி, உங்களுக்கு எல்லாருக்கும் நான் ஒரு என்ன சொல்றது, ஒரு எக்ஸ்பீரியன்ஸ் ஆன ஒரு பையனை வச்சு காட்டி தரேன். சூர்யா, தேங்க் யூ. நீ சமத்தா சொல்லி எப்படி நம்ம இன்ட்ரோ듀ce பண்றதுன்னு சொல்லு தமிழ்ல. காலை வணக்கம் டீச்சர். என் பேர் தான் சூர்யா பாஸ். அதுக்கப்புறம் நான் வந்து 3rd ஸ்டாண்டர்ட் படிக்கிறேன் டீச்சர். எனக்கு திருக்குறள் தெரியும் டீச்சர். தந்தை சொல் திருக்குறள். சரி, ஐயோ பின்னாடி தமிழ்ல பேசுறவங்க இருக்காங்க டீச்சர், மாட்டிக்கிட்டேன் டீச்சர். இல்ல அது பிரச்சனை இல்ல, அவர் எதுவும் சொல்ல மாட்டாரு. நீ கண்டினியூ பண்ணு. நீங்க இருந்தீங்கன்னா எதுவும் சொல்ல மாட்டேன் பேருவே. ஓகே டீச்சர். தந்தை சொல்மிக மந்திரிகம் இல்லை, தாயில் சிறந்த கோயில் இல்லை, திருகளில் சோடு திருவள்ளூர் டேலர் மூற்றோ சொல்வார்த்தை அமுதம் ஊக்கம் നമുക്കുണ്ട്. അമ്മ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്ര നാരായണ. இது தமிழ் தான். தமிழ்ல திருக்குறள் சொல்லுவோம். அது வந்து சொல்லுப்பா. May I go to toilet? I can go to toilet. I also want to go toilet. No, you sit down. Okay. അയ്യോ ടീച്ചറെ എന്തെങ്കിലും പഠിപ്പിച്ചു வாட்சு சொல்லு. சரி, சூர்யா இங்க வா. கம் ஹியர். இன்னைக்கு எல்லாருக்குமே சூர்யா தான் கிளாஸ் லீடர். அவன் தான் கிளாஸ் எடுக்க போறான். நம்ம ஆல்பபெட்ஸ்ல இருந்து ஸ்டார்ட் பண்ணுவோமா சூர்யா? சரி, ஸ்டார்ட். ഏല്ലേ ഇത് നമുക്ക് പറയാം. പിന്നെ இது வந்து நம்ம ஆக்சுவலி பிரச்சனை தெரியுமா, மலையாளம் அண்ட் தமிழ் ஆர் pretty much similar.
நம்ம வந்து கா எழுதுவோம் இல்லையா? நீங்க இந்த மலையாள சொல்லுங்க சொல்லுங்க. അമ്മ എന്തെങ്കിലും ഹിന്ദി മനസ്സിലാവുന്നില്ല. என்ன பேச சொல்லணுமா? ஓகே சரி, இது தமிழ் கிளாஸ் ஆனதால அந்த பக்கம் இந்த பக்கம் பேசுறதால தமிழ்ல தான் பேச முடியும். ஓகே சரி, அப்ப நான் வந்து என்ன சொல்ல வந்தேன்னா, நம்ம மலையாளம் கா இருக்கு இல்லையா? மலையாளம் கா இருக்கு இல்லையா? இருக்கேன். அது எப்படி எழுதுவோம்? കായ് എന്തിനാ എടുത്തിട്ട് കൊണ്ടുവന്നത്? കായ് ഒരു വർത്താനം പറയേണ്ട സാധനല്ലേ? நம்ம எப்படி எழுதுவோம் கேக்குறேன். കായ് എഴുതാൻ വേണ്ടിട്ട് How do you write ka in Malayalam? ഇപ്പൊ കാണിച്ചരാ. ഇതാ എന്റെ കൈ ശ്രദ്ധിക്കണേ. ഇതാ നോക്ക് എന്റെ കൈ നോക്ക്. ഉയ്യോ സോറി കാലൊരു കുത്തു വന്നു പോയതാ. സോറി ടീച്ചറെ, കാലൊരു കുത്തു വന്നു പോയതാ. ഇതാ ഇങ്ങനെ കായ്താ സാറത് സോറി മാഡം. ടീച്ചർ അത് കൈ ഞെങ്ങിപ്പോയതാ മാഡം. കാണ്ടി ഇപ്പഴത്തെ കുത്തൊന്നു പോയതാ ടീച്ചറെ. കാണ്ടി വാസു കാണ്ടി ഇപ്പുറത്ത് കുത്തു വന്നു പോയതാ. അത് നിങ്ങളെ കുത്തിയത് ഞാൻ കണ്ട്. ചില്ലറ സത്യം കഴപ്പ് ചില്ലറ അല്ല ഈ പ്രായത്തില്. അല്ല അത് കായതുമ്പോ കുത്തിട്ട് പോയതാ. അത് കായയുടെ കൊത്ത് എനിക്കറിയാം. ഈ പ്രായത്തിന്റെ പ്രശ്നങ്ങളാ ഇതൊക്കെ, മനസ്സിലായ? കണക്ക് ടീച്ചർ ഉണ്ടെങ്കിൽ ഞാൻ ശതമാനവും ഹരിക്കലും കുണിക്കലും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേനെ. ആ തമിഴ് മാറ്റിട്ട് എങ്ങനെയെങ്കിലും കണക്കാക്കാൻ വേണ്ടി പറ്റുമോ വാസേ? അവരോട് തന്നെ ചോദിക്കണം. സ്കൂളിന്റെ ഉള്ളിട്ടേ കൂടെ കാൽപ്പീക്ക് എന്റെ ബോസ് മീനുട്ടി ഇതെന്റെ ബോസ്. അശ്വന ഇതാണ് മീനുട്ടി. കൊച്ചിന്റെ പിയെ ഞാൻ. ഈ കൊച്ചിന്റെ പിയെ മീനുട്ടി. മീനുട്ടി മോളെ സുഖമല്ലേ? അയ്യോ സോറി തിരിഞ്ഞു പോയി. മീനുട്ടി അയ്യോ കണ്ടില്ല. വാസ്വാമന് കാണൂല. വാസ്വാമൻ ഇടക്കിടക്ക് കണ്ടുപിടിക്കൂല. പ്രായമായില്ലേ? അയ്യോ അത് മീനുട്ടിയുടെ നമ്പർ ആണല്ലേ 14. ഓക്കെ ഞാൻ ഫോണുണ്ട് S24 Ultra. മാമൻ ഇത് മാമൻ ബാലന്റെ മോള്. പറയടാ. എന്റെ മോനും ഗേൾ ഫ്രണ്ടും വരുന്നുണ്ട്. ഒന്ന് അനുഗ്രഹിക്കണേ. അണ്ണന് മാത്രം പെണ്ണില്ല. നമ്മള് ജനിച്ച കൊച്ചിനെ വരെ പെണ്ണായി. അങ്ങനത്തെ മൈലവല്ല ഈ മൈലവ് എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് എന്ന് മാത്രമാണോ? നന്നായി വരട്ടെ മക്കളെ. നിങ്ങൾ എത്ര നാളായി ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ജനിച്ചിട്ട് തന്നെ 5 മാസം ആയതേ ഉള്ളൂ. പിന്നെ എന്തിനു ഹോസ്പിറ്റലിൽ നിന്നാണോ കണ്ടുപിട്ടിയെ? സ്കൂളൊക്കെ തുടങ്ങിയിട്ട്. എന്ത് കഴിക്കുന്ന? കുറുക്കാണോ സെർലാക്കാ? കഞ്ഞിവെള്ളമൊക്കെ കുടിക്കാറായ സെർലാക്കൊക്കെ നല്ല ടേസ്റ്റാ. എനിക്കറിയാവുന്നതാ, എക്സ്പീരിയൻസ് കൊണ്ട് പറയാ. ഫോർമുല മിൽക്കൊക്കെ ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. നല്ല ടേസ്റ്റാ. ഞാൻ ഫോർമുല മിൽക്കൊക്കെ കുടിച്ചു നോക്കാറുണ്ട്. മട്ടൻ ബിരിയാണിയോ? കൊച്ചിന് കൊടുത്തോണ്ടിരുന്നത്. ഒരു മിനിറ്റ് മീനുട്ടി വന്നേ. എന്താ? വെൽക്കം ഫ്ലഫി ഡയോസ് ടു എല്ലാരും. പറ ഏൽപ്പിച്ചായിരുന്നു. 2 ചേച്ചിമാര്. ആരൊക്കെയാ പുതിയ ആൾക്കാര്?
ഹെലൻ. മറ്റൊരു ചേച്ചിയുടെ പേര്? മറ്റേ ചേച്ചി ഞാൻ പറയാം, രണ്ട് ചേച്ചിമാരുണ്ട്. അതിലൊരു ചേച്ചിക്ക് വാസുമാമനെ ഭയങ്കര ഇഷ്ടാന്നാ പറഞ്ഞത്. ഏത് ചേച്ചിയത്? വാസുമാമനോട് ഇങ്ങോട്ട് ഇഷ്ടം, മനസ്സിലായോ? ഏത് ചേച്ചിയത്? ഈ ചേച്ചി പേര് പറഞ്ഞിട്ടില്ല. ആണോ? വാസുമാമനെ തരാനായിട്ട് എന്നിൽ ഒരു സാധനം തന്നും വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മനസ്സിലായില്ല. വാസുമാമനെ തരാനേ ആ എന്നിൽ ഒരു സാധനം തന്നിട്ടുണ്ട്. തന്നെ. അസു ഈ കണക്ക് ടീച്ചർ മരമൊണ്ണയാന്നട്ടാ. അതെന്താ ആശാരി അങ്ങനെ പറഞ്ഞേ? ഓളോട് ഞാൻ ചോദിച്ചു 900 പിന്നെ ഒരു മിനിറ്റ്, ഓളോട് ഞാൻ ചോദിച്ചു 999 28 വർഷം എത്ര തന്നെ. അപ്പൊ ഓള് പറയാ 71. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ തന്നെ ഈ സെറ്റപ്പ് ഇവിടെ. ആ ഇവിടുത്തെ സെറ്റപ്പ് ഇതൊക്കെ തന്നെ. ലേശെങ്കിലും വേണ്ടേ? ബാക്കി പറഞ്ഞിട്ടേ പറഞ്ഞു ബാക്കി പറഞ്ഞു. അതൊരു ചേച്ചി. ഇവിടെ പറയല്ല. ഒരു മിനിറ്റ് എടാ, ഇങ്ങോട്ട് വരല്ല, എനിക്ക് അങ്ങ് പ്രൈവസി വേണം. ഒരു മിനിറ്റ്. പിന്നെ വേറൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഞാനിങ്ങനെ എനിക്കൊരു മാമൻ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വിളിച്ചോണ്ട് വരാം. പക്ഷെ വാസുമാമൻ നല്ല ചാടായിട്ട് നിന്നോണം. പിന്നെ ഉറപ്പായിട്ടും. പേരെന്താ? ഈ എന്നെ നല്ല ഇഷ്ടമെന്ന് പറഞ്ഞ ചേച്ചിയുടെ പേരെന്താ? അയ്യോ അത് പറയില്ലെന്നാ പറഞ്ഞ്, സർപ്രൈസാന്നാ പറഞ്ഞ്. എന്നോടും പറഞ്ഞു പ്രൈസോ? പേര് പറയില്ലെന്ന് പറഞ്ഞു. വാസുമാമനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. വേറെ ചേച്ചിയുണ്ട്. ആ ചേച്ചി മീനൂട്ടി കണ്ടുപിടിച്ച ചേച്ചിയാണ്. അപ്പൊ ഇത് ഞാൻ കണ്ടുപിടിക്കണമല്ലേ? എന്നാലും ഒരു ക്ലൂ തരുവോ? ടീലോ? തുളസി വല്ലാണോ? ഞാൻ കണ്ടുപിടിച്ചോളാം. ഓക്കെ, ഞാൻ ഫ്രീ ആകുമ്പോ ഞാൻ വിളിച്ചോളാം. മോളെ വിളിച്ചോളാം. ഓക്കെ. ഞാൻ എന്നാ ആശാൻ എടുത്തോണ്ട് പോട്ടെ. അയ്യോ, ഞാൻ നമ്പർ സേവ് ചെയ്തിടാത്തോണ്ട് ഞാൻ എന്റെ ഫോൺ ഓഫ് ആയിരുന്നു. ഇപ്പൊ ഓക്കെ. ഇനി ഞാൻ മോളുടെ നമ്പർ ഉണ്ടല്ലോ എന്റെ, ഞാൻ വിളിച്ചോളാം. ഓക്കെ, സെറ്റ്. ഞാൻ പോയിട്ട് വരാവേ. ഓക്കെ, ബൈ. ലവ് യു. ടാറ്റാ. മിസ് യു. എന്താടാ? ഞാൻ ഈ കുഞ്ഞിനെ ഇടാനൊരു പേരിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന. നമുക്കറിയായിരുന്നു പേര്. നിങ്ങൾ ഒളിഞ്ഞെന്ന് കേട്ടല്ലേ? അണ്ണൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കൂടെ അറിയാം. എന്ത് അണ്ണനാണ് ലാസ്റ്റ് അറിയാൻ പോകുന്നത്. പേരെന്താ? അത് പറയില്ലെന്ന് പറഞ്ഞ സത്യമായിട്ടും അണ്ണനെ വേണേ കുറച്ച് ക്ലൂസ് ഒക്കെ തരാം. പാട്ടുകാരിയോ? അതെ. ഇനി ക്ലൂ വേണ്ട. കണ്ടുപിടിക്കും. പേര് പറയൂല എന്ന് നമ്മൾ സത്യം ചെയ്ത് കൊടുത്തു പോയി. അവൾ എന്നോട് ഈ കൊച്ചെന്നോട് ടീല തുടങ്ങുന്നതെന്ന് പറഞ്ഞപ്പോ ഇവിടെ ചാറ്റിൽ പറയാൻ കൊണ്ടുവച്ചുള്ള T47 ദാമൂന്ന്. സത്യമാണ് കുട്ടി പറഞ്ഞ സത്യമാണ്. എനിക്ക് ഇത്രയും ദാരിദ്ര്യമാണല്ലോ എനിക്ക്. എനിക്കറിയാം ആരാന്ന്. ഹലോ, എന്തോ പറഞ്ഞു? നമ്മള്
സ്കൂളിന്റെ സൈഡിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൂടെ കേട്ടോ മതാരെ. ഞാൻ സിഗരറ്റ് വലിച്ചില്ലല്ലോ. അതായത് കോച്ചാണ് കോച്ച് സിഗരറ്റ് കളഞ്ഞ. മിസ്റ്റർ പരിന്തോഷം നിങ്ങളുടെ ഞാൻ ജീവിതം ടീട്ടോട്ടലറാ മാം. ജീവിതം എന്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് ഏഴാം കൂലികളെ കളഞ്ഞപ്പോ ഇപ്പം ഒരു സമാധാനമുണ്ട്. ചന്ദ്രൻ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് നിന്നെ പറ്റി തന്നെ ഇങ്ങനെ ഒഴിവാക്കിയേക്കണം. ആരടിക്കും என்ன சொல்றாங்க அவங்க? മനസ്സ് നൊന്ത് കാണും. നിന്റെ അണ്ണാ നിന്റെ വെല്ലുമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് ഞാൻ മനസ്സ് നൊന്ത് കാണുമെന്ന്. ഒന്നുമില്ല കൊച്ചു ഇവങ്ങള് വന്ന് ഒരു മിനിറ്റ് താര വേറെ ഉണ്ടെന്നോ? വാസു നീ ഇങ്ങനെ നിങ്ങളെ പറ്റി പറയല. ഒരു പെണ്ണല്ലേ, ഓള് ജീവിച്ചു പോയിക്കോട്ടെ. ഞാനൊന്നും പറഞ്ഞില്ല ആശാനെ. ഞാൻ എന്ത് പറഞ്ഞെന്നാ? കൂലിയാന്ന് പറഞ്ഞ് കൂലി എന്ന് പറയണ ഇവിടെ. എന്നാലും ഓളിപ്പോ ഒരു സ്കൂളെല്ലാം നടത്തുന്ന ഒരു പ്രിൻസിപ്പൾ അല്ലേ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ജയിലിൽ കിടക്കണ മറ്റേ ഒരു പേരുണ്ടായിരുന്നല്ലോ, ഒരു എന്തോ ഒരു സാമിയില്ലേ ജയിലിൽ കിടക്കണ പീഡന കേസില്. പേരെന്തായിരുന്നു? ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി വന്നിട്ട് നേരെ വന്നിട്ട് ഒരു സ്കൂള് തുടങ്ങുന്നു. എന്ന് കരുതി എനിക്ക് ഗോവിന്ദസ്വാമിയെ നേരെ പോയിട്ട് അണ്ണേന്ന് പറഞ്ഞ കാലി വീഴാൻ പറ്റുമോ? കിടക്കുന്ന. എന്നാൽ എന്റെ ബെസ്റ്റിനെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ. നിനക്ക് അണ്ടിക്കച്ചവടം തുടങ്ങാൻ പറ്റുമെങ്കിൽ പിന്നെ സ്കൂൾ തുടങ്ങിയാലെന്താ? സ്കൂൾ തുടങ്ങിയാൽ ഒരു പ്രശ്നമില്ല, എനിക്കതിലൊരു പ്രശ്നമില്ല. പക്ഷെ യോഗ്യത വേണം, യോഗ്യത അതൊക്കെ തുടങ്ങാൻ മിനിമം. ശരി, അതിന് ഞാൻ നിന്നോട് യോജിക്കുന്നു. അല്ല, അത് നിന്റെ അടുത്തും ഞാൻ പറഞ്ഞല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെറിയ മക്കളെല്ലാം പഠിപ്പിച്ചു വരുന്ന സമയത്ത് അതിന്റെ മറ്റേ മുകളിലിരിക്കുന്ന ഒരാൾക്ക് അതിന് മാത്രമുള്ള ഒരു ബുദ്ധി ഉണ്ടാവണ്ടേ. ഇപ്പൊ നീ തന്നെ കണ്ടല്ലേ, ആ കണക്ക് ടീച്ചർക്കൊന്നും ഒരു 5 പൈസന്റെ ബുദ്ധി ഇല്ല. അത് ചന്ദ്രന്റെ ഗേൾഫ്രണ്ട് ആയതിന്റെയാണത്. അവന് ചന്തിയിലാണ് ബ്രെയിൻ, അവക്കും അത് തന്നെയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ഫർ ആടെങ്കിലും ഉണ്ട് എന്ന് തോന്നണ്ടേ. പക്ഷെ ഉള്ള ചന്തിയെ കുറിച്ചൊന്നും പറയല്ലേ. നിങ്ങളൊന്നും ചാറ്റിട്ടില്ല ആശാനെ. ആശാൻ വന്ന ദിവസം ഒരു നല്ല കാര്യം നടന്ന ആശാനെ. എന്താടാ സെറ്റായ? ഈ സിറ്റിയിൽ ഏതോ ഒരു കൊച്ചിന് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന്. എനിക്കിത് എത്രാമത്തെ പെണ്ണാന്ന് മൂക്കുന്ന് പല്ല് മുളച്ചല്ല എനിക്ക്. ഒരു നല്ലാരും പറഞ്ഞു വരുമ്പോ ആ ഒരു മുമ്പിച്ചരം പറയലേ ഉള്ള കാര്യം പറഞ്ഞ എനിക്ക് ഇത് കേൾക്കുമ്പോഴാ ദേഷ്യം വരണേ. അല്ല ഞാൻ പറയട്ടെ, നമ്മൾ ഇതെല്ലാം വന്ന് ആക്കണല്ലോ, അതുകൊണ്ട് ചോദിച്ചാന്ന്. ഇനിയിപ്പം പെണ്ണിപ്പം പറ എന്തും കാട്ട്. പെണ്ണേതാന്ന് എത്ര വയസ്സുണ്ട് പെണ്ണിന്? അതെനിക്ക് അറിഞ്ഞൂടാ ആരാന്നെന്ന്. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്ക് എങ്ങനെ ഒരു 40-45 വയസ്സായിട്ടുണ്ടാവില്ലേ? ആശാനെ എനിക്ക് 26 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്തിനു പറയണേ? തുപ്പു ഞാൻ നിന്നെ. ആശാനെ നിങ്ങൾ എന്താ പറയണ? നിങ്ങൾ ജയിലിൽ വരുന്ന സമയത്ത് എനിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് ഒരു 16-17 വയസ്സുണ്ടാവും എനിക്ക് ആ സമയത്ത്. ഇപ്പൊ എത്ര വർഷം നമ്മള് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട്? ഇപ്പൊ എത്ര? 10 വർഷം. 16 വയസ്സാണ് എനിക്ക്. വാസുവേ, പിന്നെ 2 കൊല്ലം കൂടി കഴിഞ്ഞാല് നരയെല്ലാം പുറത്ത് കാണാൻ വേണ്ടി തുടങ്ങോട്ടാ. നീ ഫുള്ള് ഡയ്യാന്നാ. ബട്ടൻ ചുറ്റല്ല, എനിക്ക് തല കറങ്ങും. ആശാനെ എനിക്ക് 26 വയസ്സ് 27 ആവുന്നേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പെണ്ണിനോ? അവക്ക് എനിക്ക് അറിഞ്ഞൂടല്ലോ, ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ നല്ല സംശയം എന്താന്നറിയാ, ഒരൊറ്റ പെണ്ണും നിന്റെ അടുത്ത് നിക്കില്ല. കല്യാണം കഴിയും 2 ദിവസം കൊണ്ട് പെണ്ണുള്ളവർ പോകും. പിള്ളേർക്ക് മനസ്സിലായോണ്ട് ഇട്ടിട്ട് പോന്ന് പറയാൻ പറ്റൂല. എന്റെ ആശാനെ എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പറയണേ. എനിക്ക് ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. നമ്മൾ ഈ സിറ്റിയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളെ വിളിച്ച് നടത്തുന്ന ഒരു പരിപാടിക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ടുണ്ടോ? എന്നെ വിളിച്ചിട്ടുണ്ട്. പരിന്തോഷനെ വിളിച്ചില്ല. ഈ അട്ടക്കൂറുകൾ പങ്കെടുക്കുന്ന റെപ്യൂട്ടഡ് പ്രോഗ്രാം ആണെങ്കിലും ഞാൻ പങ്കെടുക്കാറില്ല. അതെ, നമുക്ക് പോയിട്ട് വരാം. ഇവളെല്ലാം അവിടെ പോയിട്ട് എന്താ പ്രസംഗിക്കുന്നത് നോക്കണ്ടേ? പ്രസംഗിക്കാനൊന്നും വിളിച്ചതല്ല. വല്ല എന്തെങ്കിലും തുണി വിരിച്ചിടാനും മറ്റേ ഫുഡ് എടുത്തു കൊടുക്കാനും അങ്ങനത്തെ പരിപാടികൾക്ക് എന്തെങ്കിലും വിളിച്ചത്. റെപ്യൂട്ടഡ് പരിപാടിക്ക് പിന്നെ നിന്നെയൊക്കെ പിന്നെ അല്ലാതെ വേറെ എന്തെങ്കിലും വിളിക്കാൻ.
അയ്യോ എന്ത് മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ഇങ്ങനെ അണ്ടി ഫാക്ടറി നടത്തുന്നല്ലേ? ഇങ്ങനെ അണ്ടി കച്ചവടത്തെ പറ്റി ഞാൻ ഇന്ന് വരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം കംപ്ലൈന്റ് പറയാൻ ഉള്ള നാട്ടുകാർ മൊത്തം പോസിറ്റീവ് റിവ്യൂ പറയുമ്പോ ഒരുത്തി മാത്രം ഒരു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തിന്റെ പോസിറ്റീവ് റിവ്യൂ? വണ്ടിയുടെ ഇതൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ നാട്ടുകാർ മൊത്തം പോസിറ്റീവ് പറയുന്ന നല്ല അണ്ടിയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മനസ്സിലായോ? അല്ലാതെ എല്ലാം പോസിറ്റീവ് ആവത്തില്ല. ആര് പറഞ്ഞു? ഞങ്ങൾ നല്ല അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പക്ഷെ മറ്റേ മുതിര പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൊള്ളയുണ്ട് പൊങ്ങുണ്ട് പേടുണ്ട് പറഞ്ഞേ. പൊള്ളയുള്ളതൊക്കെ നമ്മൾ അപ്പൊ തന്നെ വേറെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും മാഷനെ. കൊള്ളൂല്ലാത്ത അണ്ടിയൊക്കെ നിന്ന് ഇവനെ പോലത്തെ കൊരകം മുണ്ടകൾ കൊടുക്കും ഞങ്ങള്. എന്തും നിന്നോളും. അതിന്റെ മോന്തെ കണ്ണാടി പയം. നിനക്ക് നേരെ നിൽക്കാനുള്ള ആവില്ല. നിന്റെ ഒരു കൈ ഏങ്കോണിച്ചിരിക്കണം, മനസ്സിലായ? നീ പ്രോട്ടീൻ കഴിക്കുന്നവൻ. എന്റെ കൈ എന്തായാലും അങ്ങനെയല്ല ഇരിക്കണം കേട്ടാ, മനസ്സിലായ? എടാ ഞാൻ കണ്ണാടി നോക്കുന്നോണ്ടാണ് കേട്ടാ എനിക്ക് എന്റെ കാര്യങ്ങൾ മനസ്സിലാവും. എനിക്കറിയാം നിന്റെ കൂട്ട് എന്തായാലും എന്താ കൊരങ്ങനെ പറഞ്ഞോണ്ടാന്നോ? അത് സന്തോഷം കൂടിയിട്ടേ തളർന്നതാ. എന്തേലും മാറി കുടിച്ചാ? ആ കൊരങ്ങനെ നല്ല കൈക്ക് നീളുണ്ട്. കുറച്ച് ദൂരം നിന്ന് നിന്റെ ചെവിക്കല്ലടിച്ച് പൊളിക്കും ചെലപ്പോ. സത്യമല്ല, എന്റെ കൈ എന്റെ കാലിന്റെ അത്രയുണ്ട്. എനിക്ക് മനസ്സിലായി. എലിയുടെ അച്ഛ ഹലോ, എനിക്ക് പറയാനൊരു പട്ടിയായിട്ടെങ്കിലും അച്ഛനുണ്ട് കേട്ടോ. എന്തോ പ്രോഗ്രാമിന് പോകണ്ട ആശാന, ഒന്ന് പറഞ്ഞിട്ടേക്കണേ പ്ലീസ്. നീ എന്ത് പരിപാടിയാണേ? ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടി. ഇവക്ക് പറ്റിയ പരിപാടി. വീണ്ടും ആയി. എടാ ഇതെന്ത് നാടാ ഇത്? എന്തോ പ്രശ്നമുണ്ട് അതിന്റെ ഉള്ളില്. നമുക്കിനി എന്തെങ്കിലും കാണാം. ഇല്ല, വലിയ ആഗ്രഹമില്ല. പോയിട്ട് വരാം. കണ്ട പെണ്ണുങ്ങളെ പിന്നെ കാണണ്ട അങ്ങേർക്ക്. അയ്യോ എന്തോ അയ്യോ ഞാൻ മേത്ത് വീണു. അയ്യോ ടീച്ചറെ ഒന്നും പറ്റില്ല. ഇതാ സൂപ്പർമാൻ വന്ന്. അനക്കെന്തോ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്തോ ഇങ്ങനെ പച്ച കളർ നീല കളറെല്ലാം. അത് ചേട്ടാ അത് ഇവിടുന്ന് കളിക്കാൻ പറ്റാത്തോണ്ട്. അത് ശരി. ഇവിടെ കളി നിരോധിത മേഖലയാ, പുറത്തു പോകാൻ തോന്നിയൊന്നും ഇവിടെ നടക്കില്ല. നടക്കണേ. ആശാന്റെ നമ്മള് പണ്ടോട്ട് ഒന്നും കൂടി ആ ശബ്ദം പറഞ്ഞാട്ടെ. ഹലോ തനിക്കൊക്കെ മര്യാദ ഡെക്കറോൺ തല കറങ്ങിയേ ഇവൻ. എനിക്ക് പണ്ട് ഇങ്ങോട്ട് വന്നാട്ടെ. റെപ്യൂട്ടർ പ്രോഗ്രാമിന് പോയപ്പോ കൊണ്ടുപോയില്ലടാ കൊരക്കാൻ നിന്നെ. കാര്യം പറയാൻ മറന്നുപോയി. എന്ത്? ഞാൻ ഈ മിസ്റ്റർ എക്സിന്റെ ഇമോഷണൽ സപ്പോർട്ട് അനിമലാണ്. ചെല്ല് നിന്റെ അതേ മുഖമുള്ള സാമ്യമുള്ള അമ്മയെ പോലെ ഇരിക്കുന്ന ഒരുത്തി വിളിക്കണ്. ചെല്ല് വേഗം ചെല്ലടാ മോനെ. ചെല്ലടാ കൊരങ്ങ, ചെല്ലടാ കൊരങ്ങ. അവൾക്കും ഇവന് ഒരേ മുഖമല്ലേ? കൊച്ചുങ്ങള്
നിനക്ക് എത്ര നല്ല ചങ്ങായി പറഞ്ഞു ഇതിനെ നടക്കേണ്ട ആവശ്യമുണ്ട്. ആർക്ക് ഞാൻ കൂടെ ഇല്ലാത്തതിന്റെ അച്ഛൻ കൊടുത്താൽ മതി കരളിനെ. ഈ എടാ കൊരങ്ങ്. നാണുണ്ട് മനുഷ്യൻ നിങ്ങൾക്ക് കൊരങ്ങിനോട് ഈഗോ കാണിക്കാൻ. സ്കൂള് 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 പാറ്റൂരിക്ക് കാണിക്കുന്നോ? പാറ്റൂരിക്ക് കാണിക്കുന്നോ? ഇവളുടെ അടുത്തൊന്നും എനിക്ക് സീരിയൽ നടിമാരുടെ അടുത്തൊന്നും എനിക്ക് സംസാരിക്കാൻ പോലും ഇല്ല. എനിക്ക് മനസ്സിലായി. ഒഴിവാക്കണേ. ആശാനെ ഒന്ന് വരണേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ആശാനെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ വാസു വന്നേ ആശാനെ. എടാ അമ്മുക്കുട്ടി ഇങ്ങോട്ടേക്ക് വരുത്തണ്ടാ. KV ഓൾഡ് ആണോ? വാസു പറ എന്ത് ചോദിച്ചേ? അമ്മുക്കുട്ടി ഇങ്ങോട്ടേക്ക് വരുത്തണ്ടാ. അമ്മുക്കുട്ടി ഇല്ലില്ല, ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല, ഒത്തിരി നാളായി. ആശാനെ അത് വീട് ആശാനെ പോയ ആൾക്കാരല്ലേ അതൊക്കെ. ആശാനെ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഈ കുട്ടിയെ ഒന്ന് കണ്ടുപിടിക്കാൻ എന്തായിരിക്കും വഴി? ആ പെണ്ണെന്നാ പറഞ്ഞേ, ഏടിണ്ടെന്നാ പറഞ്ഞേ. എന്തെങ്കിലും ക്ലൂസ് ഉണ്ടോ? ആശാനെ ഒരു സെക്കൻഡ്. അടിക്കാനാവുമ്പോ പറയാൻ കേട്ടോടാ പച്ച തീട്ടങ്ങളെല്ലോ 1 ടൈം അടിച്ചിട്ടില്ലടാ നിന്നെയൊക്കെ തീട്ടങ്ങളെ 13 vs 15 അടിച്ചിട്ടില്ലേ, 2 പേര് കത്തിപ്പോയിട്ടും തൂറിയില്ലേ, 2-0 പരിസരത്തിൽ മൂത്രം വയ്ക്കരുത് എനിക്ക്. ഇല്ല ഈ പരട്ട സ്വഭാവം ഇനി നിർത്തിയിട്ടില്ല അല്ലേ? അതുകൊണ്ടല്ല ആശാനെ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാ, എന്നാലും എങ്ങനെ കണ്ടുപിടിക്കും ഇത്? ടീല തുടങ്ങുന്നത് പേര്. ടീന ടീന അല്ല, ഞാൻ മറ്റേ ചോപ്പ് മുടിച്ചായി പോയ ഡ്രസ്സാ. എനിക്ക് അറിഞ്ഞൂടാ അതാരാന്ന്. നമുക്ക് മറ്റേ ഇതിനകത്തിട്ട് ചോദിച്ചാലോ, വാസുവിനെ പ്രേമിക്കുന്ന അനോണിമസ് പ്രേമിക്ക ആരാന്ന് ചോദിച്ചാലാ? അയ്യേ, അങ്ങനെ ആവുമ്പോ കണ്ടവന്മാരൊക്കെ സാധനം വെപ്പ് കച്ചയൊക്കെ കെട്ടി വരും. ഞാനാണ് വാസുവേട്ടയുടെ പ്രണയിനി എന്നൊക്കെ പറഞ്ഞു വരും. നമുക്ക് ആ പെണ്ണിന് അല്ല, ഞാനൊരു സത്യം പറയട്ടെ ആശാനെ, എനിക്ക് വരുന്ന ഇപ്പൊ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും നമ്മൾ വിചാരിക്കും വല്ല ട്രീസ ചേസ ഇങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് വരുന്ന നോർമലി ടീയിലൊക്കെ വരുമ്പോ തുളസി, തങ്കമണി ഇതൊക്കെ ആയിരിക്കും. എനിക്ക് തിരക്ക് ചെല്ലുമ്പോ എന്റെ ഇതൊക്കെ നിന്റെ പോരായ്മ നീ മറക്കുന്നു. നിന്റെ പേര് വ്യാസു എന്നല്ലേ? അതുകൊണ്ട് വ്യാസു എന്നല്ലല്ലോ. ഒരു ഗമയില്ല എന്റെ പേരിൽ, പരുന്തു വാസു. ആദ്യത്തെ പരുന്തിന് മാത്രമേ ഗമയില്, പിന്നത്തെ വാസു എല്ലാം വ്യാസു വ്യാളി എല്ലാം കിടക്കണ്ടേ. അങ്ങനെയാണ് നിങ്ങളുടെ പേര് എന്തിനു ഊമ്പിയ പേരാ? ഗർവാസി സാശാരാ. എന്റെ പേര് നല്ല അടിപൊളി പേരാ. സൂപ്പർ. വേലായി വർത്താനം പറഞ്ഞാ റീലഡിക്റ്റ് ഫുണ്ടാ. നിങ്ങൾ ഇതിനൊരു ദൈവന്മാർക്കൊക്കെ അറിയാം പെണ്ണെ ആരാന്ന്. ഒന്ന് നൈസായിട്ട് ആശാനൊന്ന് ചോദിക്കോ. പേരിന്റെ ഇപ്പുറത്ത് ആശാനെങ്കിലും ഉണ്ട്, നിന്റെ ഇപ്പുറത്ത് വാസുവിന്റെ ഇപ്പുറത്ത് എന്തെന്നാ ഉള്ളത്? ഒന്നുമില്ല. പരുന്ത് പരുന്ത് മുന്നിലല്ലേ ഉള്ളത്? പരുന്തേ നിന്നെ ആരെങ്കിലും വിളിക്കലുണ്ട്? നിന്നെ വ്യാസു എന്നല്ലേ? എനിക്ക് ഈ വാസുന്ന് പേര് ഓർമ്മ വരുമ്പോ എന്താ പറയാ, ഈ മറ്റേ ഗ്യാസില്ലേ, പഴയ പെണ്ണുങ്ങൾക്കെല്ലാം പഴയ ആൾക്കാർക്കെല്ലാം വരുന്നില്ലേ ഗ്യാസ്, അതാ പറയാ വാസു. വായുവിന്റെ ആന്ന് പ്രശ്നം എന്ന് പറയില്ലേ, അതാ എനിക്ക് ഓർമ്മ വരും. ആശാനെ ഇവർക്ക് അറിയാ പെണ്ണ ആരാന്ന് ഒന്ന് ചോദിക്കേ. നാക്കിന് ഏതോക്ക്? ഈ ഓക്കല്ലതാ, ഇവന്മാർക്കെല്ലാം അറിയാം. ആർക്ക്? അപ്പുക്കുട്ടനെ അറിയാം. അപ്പുക്കുട്ടനെ അറിയാത്തില്ലെന്ന് തോന്നുന്നത്. അവന്മാര് ടിവിയിൽ നിൽക്കുന്നവന്മാർക്കെല്ലാം അറിയാം. ഞാൻ ചോദിച്ചിട്ട് അവന്മാര് പറയണില്ല. ഇങ്ങോട്ട് വാ, നമുക്കൊരു സെന്റിമെന്റ്സ് ഡ്രാമ ഇറക്കി നോക്കാം. വാ ഞാൻ സോങ് ഇട്ട് തരാം. വെയിറ്റ് പോലെ ഒരു കറക്റ്റ് പിടിച്ചോണം. അതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനനുസരിച്ച്. അവരെല്ലാം ഇങ്ങോട്ടൊന്ന് വിളിക്കൂടാ അപ്പുക്കുട്ടാ. ഞാൻ കൂട്ടിട്ട് നിന്നോണം. അസു, നിന്റെ ഇനി 8ാമത്തെ ഒരു കല്യാണവും കണ്ട് അതിനുള്ള ചോറും കൂടി തിന്നണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും പെണ്ണിനെങ്കിലും നീ ഇട്ടിട്ട് പോകാണ്ട് കിടക്ക് സാധനം തരാ. അതിന്റെ ഇടയില്
വാസു നീ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കേട്ടാ. ആശാൻ എന്താ പറയാനുണ്ടെന്ന് ഞാൻ പറയാം. ആശാൻ എന്താ പറയാനുണ്ടെന്നടാ. ഇതൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിറ്റിയില് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാന്ന് വെച്ചാൽ നിങ്ങൾ ആരെയാ പറയാ? വാസുവാണ് അല്ലേ? നിങ്ങളെല്ലാരും വാസുവിനെ എങ്ങനെയാ കാണുന്നത്? നമ്മളാ സ്വന്തം ചേട്ടൻ. അപ്പൊ ഒരു കുടുംബത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് മുതലേ എനിക്കറിയാം. ഇവൻ പണ്ട് ജയിലിലുണ്ടായപ്പോഴും ജയിലിൽ പോകാൻ തന്നെ കാരണം ഓന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ആടുന്ന് പുറത്തു വന്നതിന് ശേഷമായി കഴിഞ്ഞാലും ഓന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്തത്, ഓന്റെ അനിയന്മാർക്ക് വേണ്ടി ചെയ്തതൊന്നും ചില്ലറ കാര്യമൊന്നുമല്ല. ഓന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇത്ര നാളും. പിന്നെ ഒരു മിനിറ്റ് ഫ്ലോ അങ്ങ് നശിപ്പിച്ച് ഓന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഓൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടെ. അപ്പൊ നിങ്ങളെല്ലാം എങ്ങനെയാന്ന് ഓനെ അത് തിരിച്ചു കൊടുക്കുക? നമ്മൾ സ്നേഹമായിട്ട് തിരിച്ചു കൊടുക്കുക. നിങ്ങളെ മാത്രം സ്നേഹവും നിങ്ങളെ മാത്രം കരുതലും മതി അവൻ ഈ പ്രായത്തില്. ഞാനൊരു കാര്യം പറയട്ടെ അപ്പൊ കൂട്ടാ, നമ്മക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് നിങ്ങളെ ഈ സ്വന്തം ഏട്ടൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഇവന് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ഇവനൊരു കുടുംബ ജീവിതം എന്നുള്ളത്. അണ്ണൻ സിഗ്മയാണെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പൊ ഓൻ അങ്ങനെ ഒരു കുടുംബ ജീവിതം നിങ്ങള് ഓൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു നല്ലൊരു പെൺകുട്ടീനെ കണ്ടുപിടിച്ച് കൈകളിൽ. അതെ, ഓൾറെഡി നമുക്കൊരു കുട്ടിയെ അറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ഈസി ആയില്ലേ? ആ കുട്ടിക്ക് വാസോണ്ടനോട് ക്രഷ് ഉണ്ട് എന്നാ പറയുന്നത്. ഇവര് പറയുന്ന കുട്ടീനെ ആശാന നിർബന്ധമാണെങ്കിൽ പോ ആശാനെ. ആശാനെ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ കുട്ടിക്ക് ഒരു നിർബന്ധമുണ്ട്. ആ കുട്ടിക്ക് അണ്ണനോട് നേരിട്ട് കുട്ടിക്ക് എന്നെ പറയണോന്ന്. അതെ, കുട്ടി വന്നിട്ട് പറയട്ടെ. എന്നിട്ട് നമുക്കല്ലേ വാസു ഒരു കുടുംബപരമായിട്ടുള്ള ഒരു പെണ്ണ് കാണലില്ല. പറയട്ടെ, നമ്മളെ ഈ നിങ്ങളെ ഈ കുടുംബത്തില് ഒരു ഏട്ടത്തിയമ്മ കേറി വരുന്നതൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ദീം തെരികിട ദീം തെരികിട ദീം തെരികിട ദീം തെരികിട പറയാത്തിനൊരു ബീജം വിട്ടതാ. കുടുംബ വിളക്കല മറ്റേ നിലവിളക്കെല്ലാം പിടിച്ചിട്ട് വരുന്നത് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ലോഡ്ജിക്കേറ്റല്ല അല്ല, കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയായാലും ഇപ്പൊ ഓടിക്കുമായിട്ട് കേട്ടണ്ടേ? കല്യാണം കഴിഞ്ഞാല് പെണ്ണിനെ എടിക്കായിട്ട് കേട്ടണ്ടേ? പുറത്തിരുത്താൻ പറ്റോ? അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞത് വീട്ടിൽ കേട്ടണ്ടേ. എത്ര കല്യാണം കഴിച്ചിട്ട് നീ എന്റെ ബൈക്ക് വേണേന്ന് അറിയാൻ പറ്റുള്ളോട്. നമുക്ക് കല്യാണം കഴിച്ചിട്ട് ഓളെ നമുക്ക് എവിടെയെങ്കിലും വീട്ടിലേക്ക് ആക്കണം. ഒന്നിക്കൽ ഈ ഓക്ക് വേറെ തന്നെ ഒരു വീട് എടുത്തു കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അതിന് മുന്നേ വേണ്ടത് ഒരു പെണ്ണ. അപ്പൊ എന്റെ അഭിപ്രായത്തില് മോനെ നിന്റെ പേരെന്താന്ന്? നീലത്തലയാ? അപ്പൊ നീ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നീ ആ പെണ്ണിനോട് സംസാരിച്ചിട്ട് വാസുവിനോട് സംസാരിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യാം. ഓക്ക് സമ്മതാണെങ്കിൽ ഇവന് സമ്മതാണെങ്കിൽ നമുക്ക് എന്താക്കാം, ഓളെ വീട്ടിൽ പോയിട്ട് ഒരു പെണ്ണ് എപ്പോഴേ സമ്മതം. പക്ഷെ അച്ഛന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണം വരുമ്പോ കൊച്ചി കാണത്തില്ല, കൊച്ചിയിലും പണ്ടം കാണത്തില്ലേ? ഇതാണ് പ്രശ്നം. പണ്ടോ കൊച്ചി കാണത്തില്ല. അങ്ങനെയാണോ? അങ്ങനെയാണ്. ഇന്നുണ്ടോ? അപ്പൊ പിന്നെ അത് വേണ്ട ആശാനെ. ഇന്നില്ല, കൊച്ചില്ല. എനിക്ക് പറ്റൂല ആശാനെ, അതെനിക്ക് പറ്റൂല ആശാനെ. ചിലപ്പോ കാണായിരിക്കും, നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ. നമ്മളിങ്ങനെ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കാറില്ല. നമ്പർ വിളിച്ചു നോക്കടാ. നമ്പർ ഒന്ന് വിളിക്ക്. ഇല്ല ഇന്നില്ല, എന്തായാലും എനിക്കറിയാം. എന്തായാലും അണ്ണ അത് പ്രശ്നം എന്താന്ന് വെച്ചാല് സിറ്റിയിലില്ലാന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്.
കുട്ടിയില്ല. വാസു ക്ലൂ ആണോ തന്നെ ഒരു പെണ്ണ് കാണല് സെറ്റ് ആക്കണം വാസു. ആശാൻ ഇനി എന്ന് വരും? ഞാനിതാ നീ എപ്പാണ് പെണ്ണ് സെറ്റാന്ന് പറയുന്നത് അന്ന് ഞാൻ വരും മുണ്ടുടുത്തിട്ട് പെണ്ണ് കാണാൻ പോണ നമുക്കിത് ആക്കര പോക്കര പെണ്ണൊന്നും ആക്കരുത്. ഇത്ര കാലത്തെ പോലെ ഇത് ആക്കരുത്. ഇത് എന്ത് പെണ്ണ്? ഏയ് പെണ്ണ് കിട്ടില്ലാണ്. സത്യം. ആശാനെ പെണ്ണുണ്ടെന്ന് പറഞ്ഞ 24 hours ലൈവ് ഇട്ടുള്ള ഞാൻ മനസ്സിലായ. പക്ഷെ വേണം അങ്ങനെ ഒരു കുട്ടിയുണ്ട് പറഞ്ഞിട്ട് വേണ്ടി ഈ ലോകത്തില് ഈ ദൈവം സൃഷ്ടിച്ച ഒരു പെണ്ണുണ്ടാവും. വേണമെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ ഈ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി ഫുൾ ടൈം സീരിയല് റീൽസ് ഡാമിയോ തിരിക്കണതോ അടിച്ച് വെച്ച് കീർത്തരും ഞാൻ കേട്ടാ. ഇടത്തേക്ക് തളർത്തി ഒരെണ്ണം തരും ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഞാനിപ്പോ ഈ ഇടവേളകൾ ആനന്ദമാക്കാൻ വേണ്ടി സീരിയൽ ഇത് ഞാനാണ് രായൻ. എവിടേക്കാണ്? എടാ ഞാൻ സ്കൂളിലുണ്ട്. ബിസിയാണാ? അല്ലല്ല, നീ എവിടെ ഉണ്ട്? ഞാൻ ഇവിടെ മുതുക്കിലുണ്ട്. ഞാൻ ഗ്യാങ്ങിലൊക്കെ കേറി. അത് എന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എവിടേക്കാണ്? ഞാൻ എന്താ നീ ഇവിടെ സ്കൂളിലോട്ട് വാ. ആ ഓക്കെ അങ്ങോട്ട് വരാം. വാ. സെറ്റാക്കി വെക്ക്. നമുക്ക് ഇവനെയും കൂട്ടി പോവാ വാസുന. അണ്ണാ നമുക്ക് വേണമെങ്കിലേ ഗ്യാങ് ഹൗസിലോട്ട് പോയാലോ? ഗ്യാങ് ഹൗസിലോട്ട് ഓ തന്തയോ ഇങ്ങോട്ട് ഹലോ ഗ്യാങ് ഹൗസിലോട്ടോ? ഓക്കെ അങ്ങോട്ട് രായനൊക്കെ ഗ്യാങ് ഹൗസിലോട്ട് വരുന്നടാ. എടാ ആശാനെ കൂടെ ഒന്ന് വിളിക്കൂ. ആശാ ഇച്ചിരി ബാക്ക് കയറണം എന്നാലേ വരത്തുള്ളൂ. അയ്യോ എടാ സോറി. ആശാനെ പെട്ടെന്ന് വാ. എടാ ഗ്യാങ് ഹൗസിലോട്ട് വാടാ. എല്ലാരും വണ്ടി എടുത്ത് ഗ്യാങ് ഹൗസിലോട്ട് വാ. വെളി വേറൊരു വണ്ടി കിടപ്പുണ്ട്. അതൊന്നും എന്നെ കറ്റാത്ത കുടുംബത്തിൽ കയറ്റ കോട്ടെ. എടാ ലക്സ് എന്തി കേറിയോ അവൻ? എടാ ലക്സ് എന്തി? ലക്സ് കേറിയാ? കേറി ആശാനെ ഹലോ. വാസു പറയടാ. ആശാനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുറച്ചുപേര് പോയായിരുന്നു ആശാനെ. എന്ത് പറ്റി? പെൻഷൻ പറ്റി പോയതാണോ? ആശാനെ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ അതിന്റെ ഇടയ്ക്ക് ആദ്യം പെൻഷൻ പറ്റണ്ടേ? എനിക്ക് എത്ര വയസ്സായി? പെൻഷൻ കൊടുക്കാൻ പറ്റാവോ? ഒരു കണക്കിന് പട്ടാളല്ലേ. വെടി പോകാം. ആശാനെ അത് കുറച്ച് അവർക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവര് പോയായിരുന്നു. അപ്പൊ നമ്മുടെ രായനൊക്കെ ഓർമ്മയില്ലേ? രായന് ഓർമ്മയില്ലേ? പിന്നില്ലാണ്ട്. രായനപ്പൊ ഇപ്പൊ ഇവിടെ ബെല്ലാരി കുടുംബത്തില് കേറി. അതെയാ? ശരി. രായനെല്ലാം ഇവിടെ ഉണ്ടാവണ്ട അപ്പൊ? ഓ ഇന്ന് വന്ന് രായൻ ഇന്ന് കൊറേ നാൾ ഇവിടെ ഇല്ലായിരുന്നു. ഒരു 3-4 മാസമായി രായനെ കണ്ടിട്ട്. രായൻ എന്റെ അമ്മ ഈ ഊമ്പിയ ക്യാമറ ഉണ്ടാക്കി വെച്ച ഗവൺമെന്റ് തലയിൽ ഇടുത്തി വീണാവ പൊഴിച്ച് കത്തുവാണേ. അത്ര പൈസ പോവല്ലേ? പിന്നെ 5 ലക്ഷം. ഓ അവരെല്ലാരും കൂടി വന്നേക്കണം. ഇങ്ങനെയാണോ പാർക്ക് ചെയ്യുന്നത്? നെഞ്ഞത്തോട്ട് അവരപ്പം പോയല്ലേ? ഇങ്ങോട്ട് വാ അശ്വനെ വാ. ഇതാരിത്? അശ്വനെ ഓർമ്മണ്ടാ? വിജയം വിടേണ്ടി വരും. മയിര് ആഴ്ചക്ക് മുടിയാറ്റുന്നവനെയൊക്കെ എങ്ങനെ മനസ്സിലാവാനാ? ഏതാ ഫ്രെയിം?
എടാ വാ അത്തോട്ട് വാ, മീറ്റിംഗ് റൂമിലോട്ട് വാ. അങ്ങോട്ട് കൊണ്ടുവാ. വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കട്ടെ. ഒരണ്ടിയില്ല ഇവിടെ, അണ്ടി മാത്രമേ ഉള്ളൂ. എന്തിനു വർത്താനം അപ്പുക്കുട്ടാ അത്? അതല്ല അണ്ടി മാത്രമേ ഉള്ളൂ, അണ്ടി എടുത്ത് കൊടുക്കട്ടെ. ഉള്ളത് കൂടെ. ചന്ദ്രൻ ഇന്ന് പുറത്തു പോയേക്കണടാ. ഇന്ന് ടർഫായിരുന്നു നമുക്ക് ആക്ച്വലി. അപ്പൊ ടർഫ് ലാസ്റ്റ് ടർഫ് നാളത്തേക്ക് മാറ്റി വെച്ച്. ഇതെന്താ ഇവൻ തലയിൽ ഇങ്ങനെ വെച്ചിരിക്കണേ? അല്ല അവൻ അങ്ങനെയാണ്, അവന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇവനെ തിരിച്ചാർത്തിട്ട് പോയി പറഞ്ഞു വിട്ടാ. എല്ലാവരും ഒന്ന് ഇരിക്കണേ. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു വാസുവിന്റെ അടുത്ത്. ഓ പറടാ പറ. മന്ദാരം കല്യാണമൊക്കെ കഴിയാറായി മന്ദാരത്തിന്റെ. ഞാനെല്ലാം അറിയുന്നുണ്ട്. ഇപ്പൊ ഇന്നൊരു കൊച്ചുണ്ടായെന്ന് പറഞ്ഞ എന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു എനിക്ക്. കൊച്ചൊക്കെ ഉണ്ടായി, നമ്മളടുത്തൊന്നും പറഞ്ഞില്ല. എന്നോട് പോലും പറഞ്ഞില്ല. പിന്നല്ലേ ആ കൊച്ചിനെ ഞാൻ ദത്തെടുത്താ. അത് ഷിജു. ഇപ്പൊ ദത്തെടുപ്പ് ഇവിടെ ഒരു ട്രെൻഡാണ്. അതെ എടാ എല്ലാരും ഇരിക്കടാ, നിങ്ങളെല്ലാം ഇരിക്കടാ. മൊത്തം പറ്റി കഴിയുമ്പോ ദത്തെടുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാരും കയറി. നീ വാ. വില്ലി ഇറങ്ങിയാടാ, വില്ലി ഇറങ്ങിയ എല്ലാരും കഴിക്കണം ഫുഡ് കഴിക്കണം. ചായ ഇല്ല ഗുലാൻ വന്നില്ല. നമ്മള് പുതുതായിട്ട് ഞാന് സ്റ്റീവ് പിന്നെ ഫ്ലഫിയാണ് പുതിയതായിട്ട് കയറിയത്. അതല്ലാതെ പുതിയൊരു പയ്യനും കൂടെ ടൂൾ എന്ന് പറയും. അല്ലാതെ പുതിയതായിട്ട് ഇറ്റാച്ച ഉണ്ട്. അവനും ഇല്ല. മനസ്സിലായി. ഫ്ലഫി ഒന്നുമില്ല. ഫ്ലഫി ഇതായില്ല. റേഡിയോ കയറി ഉടനെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാ ഇറങ്ങി. ഇതെന്നാ എല്ലാരും ഒന്ന് പരിചയപ്പെടും. പുതുതായിട്ടുള്ള ആൾക്കാരുണ്ടോ? അപ്പൊ ജസ്റ്റ് കുറച്ചേരൊക്കെ കാണാൻ അറിയാം. ഏബല്, ശിവ, പുതിയ ആൾക്കാര് പുതിയതായിട്ട് കുറച്ച് പേര്. എടാ ഫ്രണ്ടിലോട്ട് വാടാ. റെനു സിദ്ധു ഹോമസാപ്പ വാടാ ഫ്രണ്ട് വാ. ഇവരൊക്കെ പുതിയ മെമ്പേഴ്സ് ആണ്. പുതിയതായിട്ട് വന്നവരെ ഒന്നൊന്ന് എല്ലാരും ഒന്ന് അവരവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യടാ. അവരെ നിങ്ങളെ പേരും കാര്യങ്ങളൊന്നും പറയാം. ഞാൻ സിദ്ധു. എടാ അവിടെ ബഹളം ഉണ്ടാക്കാടാ. സംസാരിക്കടാ. ഇവിടെ സംസാരിക്കുമല്ലേ എല്ലാരും? നിങ്ങളെല്ലാം ഇങ്ങോട്ട് വാ. ഞാൻ മാത്രമേ കേട്ടുള്ളൂ. ഇത് സിദ്ധു അണ്ണ. ഹായ് സിദ്ധു. ഹായ്. അടുത്ത ആള് ഞാൻ റിനു ഡബ്ല്യു. ഹായ് റിനു. ഹായ്. എന്താ പേരെന്താ? കക്കായി. ബാബാ അടുത്ത ആള് പെട്ടെന്ന് വാ. എന്തിരുത് ഇടത്തില് സ്റ്റേജ് പരിപാടിയാ. നിർത്ത്. അവൻ പോയാ ഉറക്കോ? പറ ഹോമസാപ്പ്. ഹായടാ. എല്ലാരും പരിചയപ്പെട്ടേ സന്തോഷം. എല്ലാരും ഇല്ലല്ലേ അണ്ണ ഇന്ന്? എല്ലാരും ഇല്ലല്ലേ ഗാങ്ങില്? ഇല്ലടാ, നമ്മള് ആകെ കുറച്ചു പേരുള്ളൂ. ഇന്ന് കൊറേ പേര് ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. എല്ലാരും ടർഫ് വാറിന് വേണ്ടിട്ട് നമ്മളെ ലൈനപ്പ് ഇട്ടിട്ട് ടർഫ് മാത്രം കളിച്ചിട്ട് പോവാന്നുള്ള രീതിയിൽ ഇരുന്നതാ. അപ്പഴേ ആശ വന്നേ. നമസ്കാരം. ശബ്ദമൊക്കെ മാറിയല്ലോ. പപ്പടത്തിന്റെ വിസിയാണ് ആണല്ലേ? ഓ അതീന്നാണല്ലേ? ഓക്കെ.
എന്നാ ആശാൻ വന്നപ്പോ ഞങ്ങള് ചുമ്മാ കുറച്ചേരം സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞ സ്കൂളിലൊക്കെ പോയി. ഇന്ന് ആരും ഇല്ല, ടിവിയിൽ ആരും ഇല്ല. ഓക്കെ കൊറേ ദിവസമായി കണ്ടിട്ട്. ഇപ്പൊ അപ്പൊ നിങ്ങക്ക് ഇത്ര ഇതിനകത്ത് സ്ലോട്ട് ഉണ്ടായിരുന്നു എത്രയും? ഇല്ല, ഇപ്പൊ ഫുൾ ആണ്. 35 വരെ. ഇനി കറക്റ്റ് 35 ആയല്ലേ? 35. ഓ, ഇനിയിപ്പം 35 പേരുള്ളതുകൊണ്ട് പ്രീ വാറിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ആൾക്കാരൊക്കെ ഇറങ്ങാം. 35 രണ്ടിടത്തും ഉണ്ട്. അപ്പൊ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ മാറി മാറി കയറും. നാരങ്ങ മൂടനല്ലത്. അപ്പൊ അവിടെ ഡയസിലും ഇവിടെ എല്ലാരും അങ്ങനെ ഇവിടുന്ന് ഉള്ള കുറച്ചുപേര് അപ്പുറത്തും ഉണ്ട്. ഞാൻ കണ്ടായിരുന്നു, സ്റ്റാലിനെ ഇവരൊക്കെ കണ്ടായിരുന്നു. 3-4 പേര് അപ്പുറത്തും ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളിവിടെ ഓടാ സെറ്റ്. അപ്പൊ അടിപൊളിയായിട്ട് പോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളിവിടെ കണ്ടതിനുണ്ട്. ഉറപ്പായിട്ടല്ല. അതാ എനിക്കും പറയാനുള്ളത് വെച്ചാ, ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ സെറ്റ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീ വേണം മുന്നിൽ വന്ന്. അണ്ണ അതൊന്നും ഒരു പ്രശ്നം വരത്തില്ല. ഇവിടെ അടുത്ത് ഓൾറെഡി ഞാൻ ഇവിടെ ഇല്ലെങ്കിലും പറഞ്ഞു വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ആരും ഒരു പ്രശ്നത്തിന് ആരും അങ്ങോട്ടൊന്നും വരത്തില്ല. അല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്നാൽ പോലും അഥവാ എന്തെങ്കിലും സംസാരം വന്നാൽ പോലും അടുത്തൊന്നും സംസാരിക്കണമെന്ന് ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ പുതിയ പിള്ളേരാണ്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോ നമ്മുടെ കൂടെ ഒരുമിച്ച് നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോടാ. അപ്പൊ നമ്മളില്ലാത്ത സമയത്താണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കയ്യിൽ നിന്ന് പോകും. അറിയാലോ എല്ലാവർക്കും. എന്തെങ്കിലും അഥവാ ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാം. അതാണ് അത് മാത്രമേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. നമുക്ക് ഒരുമിച്ച് പോകണം തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തന്നെ പറഞ്ഞാൽ മതി. ഇല്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. വേറെ പ്രശ്നമായിട്ട് അങ്ങനെയൊന്നും ഇല്ല. എന്തെങ്കിലും വന്ന് കണ്ടാലും ഒരുപാട് സന്തോഷമായ സത്യം. അയ്യാണ് അതങ്ങനെ കാണാൻ വേണ്ടി ഇരുന്ന ഫോണ് കളഞ്ഞു വേണം. അന്ന് പറ്റിയ സിറ്റുവേഷനില്ലേ, കത്തിപ്പോയപ്പം ഐഡിയ എല്ലാം പോയി. അപ്പൊ അതുകൊണ്ടാണ് ഡിലേ ആയത്. ഓക്കെ, അപ്പൊ നമ്മള് അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പോട്ടെ, കിടിലായിട്ട് പോട്ടെ. എല്ലാരും ഇപ്പൊ വെടിവീരന്മാരെല്ലാരും വന്നല്ലോ. ഇനിയിപ്പോ സെറ്റ് ഓൾറെഡി അവര് സെറ്റാണ്. വെടി വെക്കുന്ന ആൾക്കാർ തോക്കോണ്ട് ആശാനെ ഓൾറെഡി സെറ്റാണ് അവര്. എല്ലാരും ഓൾറെഡി നല്ലതായിട്ട് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നിങ്ങളാകുമ്പോ സെറ്റ് ആവും. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പോട്ടെ. ഓക്കെ. പോവാണെങ്കിൽ പോയിട്ട് പറയണ്ടോ? ഇല്ല, വേറെ ഒന്നുമില്ല. എന്തെങ്കിലും പറയണ്ടോടാ? ഹലോ, അവൻ മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ പോയതിന്റെ ഞാൻ പറയാം. ഇത് നമ്മള് പോയപ്പം എടുത്ത് കളയുമെന്ന് പറഞ്ഞ് ആക്റ്റീവ് ആയില്ലെങ്കിൽ അപ്പൊ അന്ന് എങ്ങനെയാണോ അതേപോലെ ഇപ്പോഴും അന്ന് പറഞ്ഞത്. അതിനുശേഷം പിന്നെ ആളെ കണ്ടിട്ടില്ലേ? ഒരു വ്യത്യാസമല്ലേ? ഒരു വ്യത്യാസമില്ല. ആ ഡ്രസ് നല്ലോണം ചേരുന്നുണ്ടല്ലേ അവന്? നല്ലോണം ചേർന്നുണ്ടാക്കി നീ വേണേ വിട്ടോ. ആയിട്ട് നിന്നോ? അണ്ണാ അപ്പൊ പോയിട്ട് ഇതെന്താ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് ആളുടെ പേര് അതൊക്കെ അച്ഛനെ പ്രളയിച്ച എന്തോന്ന് പറയുന്നു. ഇവിടെ ആവത്തില്ല, ആശാനെ സന്തോഷമായി. ആശാനെ എല്ലാം കൊണ്ട് സന്തോഷായില്ലേ? പിന്നെ നല്ലൊരു ചെക്കനാട്ടോ. ആരാ പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അതെ. എന്നാലും ഇത്രയും പിള്ളേരെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നില്ല എന്നെ കാണിക്കാൻ. പിന്നെ അല്ല അതെല്ലാം നിങ്ങൾക്ക് എന്തേലും അറിയോ? ഒന്നും അറിയത്തില്ല സംഭവം ഒന്നും അറിയത്തില്ല. ഇപ്പൊ എന്തോ വീട് കാഴ്ച നടന്ന പോലെയാണ് ആള് വിചാരിച്ചിരിക്കുന്നത്. എന്തൊക്കെ പറയണ നിങ്ങൾ ആശാനെ? എന്നാ എപ്പാന്ന് പെണ്ണാണ് പോന്നത്? നമ്മള് പെണ്ണിനെ ആര് കിട്ടണ അതിന് ആദ്യം ഈ എലി. ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ ആശാന്റെ അടുത്ത്. സത്യം പറഞ്ഞ ഈ എലിയെ കളഞ്ഞത് എന്തുകൊണ്ടാന്ന് അറിയോ? ഞാൻ വരുമ്പോ അവളില്ല, അവള് വരുമ്പോ ഞാനില്ല, ഞാൻ വരുമ്പോ അവളില്ല. ലാസ്റ്റ് മടുത്ത് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. തീർച്ചയായിട്ടും രണ്ടാളും ഇല്ലാണ്ട് കാര്യം നടക്കൂലല്ലോ. സംസാരം പോലും അതാണ്, സംസാരിക്കാൻ പോലും കിട്ടാറില്ല. എന്നെ വിളിക്കുന്നത് അടുത്തുള്ള ആരെ ഫോൺ എടുത്താലും ഹലോ
ഹലോ ഗേൾഫ്രണ്ട് ഒക്കെ ഇതാരാ? എന്നോട് ഡെക്ലസ് ജാനി എന്ന് പറഞ്ഞാണ്. ആര്? ഡെക്ലസ് ജാനി. ഡെക്ലസ് ജാനിയ? അതെ അതെ അതെ. അതാരാ? അറിയത്തില്ല. വാജണ്ണനെ വിളിച്ചാല് വാജണ്ണ എല്ലാ ജഗയും ചെയ്തിരുന്നു പറഞ്ഞു. ഞാൻ ജഗായ ഒന്നും ചെയ്യത്തില്ല. ജഗായ ഒക്കെ ചെയ്യുന്നത് ഞാൻ നിർത്തി. എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. ജീവിതം എന്തെങ്കിലും വിജയം ഉണ്ടെങ്കിൽ വാജണ്ണനെ വിളിച്ചാ മതിയെന്ന്. ഞാനിപ്പോ ഒരു പരിപാടിയിലാണേ. ഇത് കഴിയുമ്പോ ഞാൻ വിളിക്കാം നിന്നെ. ആ ഓക്കെ ഓക്കെ. വാറാവുമ്പോ തോക്കൊക്കെ ചെയ്യും. തോക്കും ജയിക്കും അങ്ങനൊന്നും ഇല്ല. ഒരു വാറ് തോറ്റെന്ന് പറഞ്ഞ വേറെ വലിയ സീനൊന്നും ഇല്ല. ഇപ്പൊ KV തോറ്റു അവരെന്ത് അവര് മറ്റേ ഇമ്മോർട്ടൽസ് ഒന്നും അല്ലല്ലോ. അവരെത്ര ഓക്കെ സെറ്റ്. അവര് 10 വാറ് ജയിച്ചത് ഇപ്പൊ ആരും കണ്ടില്ലല്ലോ. അതിൽ ഒരെണ്ണമല്ല തോറ്റുള്ളൂ. ഒരു വാറൊക്കെ തോക്കുകയൊക്കെ ചെയ്യും. അതൊന്നും ഒരു സീനില്ല. അതിനുള്ളത് അവര് തിരിച്ചു കൊടുത്തോളൂ. നമ്മൾ തോറ്റില്ല T47 ആയിട്ട് 2 വട്ടം. അതുപോലെ അവർ അവർ ജയിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ല. அந்த கோச் அல்ல இந்த கோச்சா? தெரியும். கோச் தான். கோச் என்னைக்கு கோச் தான். என்னைக்குமே கோச் தான். അതാണ്. ഓക്കേ ആശ, നൈസ് മീറ്റിംഗ് യു. ഓക്കേ മറ്റേ കോച്ച് അടിക്കാൻ കാണാന്ന്. നിന്നെ വിളിക്കുന്ന അശന നമ്മള് പുള്ളിയെ ഇപ്പൊ പുതിയതായിട്ട് എടുത്തതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന പറഞ്ഞാൽ റിയൽ ലൈഫിൽ പുള്ളിയുടെ ഭാര്യ ഡിവോഴ്സിന്റെ വക്കിലായി. കാരണം 24 മണിക്കൂർ ഇതിനകത്ത് കയറി പെണ്ണുങ്ങളോട് കിന്നരിച്ചോണ്ടിരിക്കണം. രാപ്പകലില്ല ഇതിനകത്ത് തന്നെ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പെമ്പിള്ളറെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നൂല. അതൊരു പരമസത്യം. സത്യം അത് സത്യമാണ് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെ കാണാൻ ഒരു പെണ്ണിനെയും കിട്ടൂല. എല്ലാ അച്ചിപ്പട്ടികളും കൊണ്ടു எல்லாத்தையும் பார்த்ததுக்கு அப்புறம் எப்படி ஆயிக்கல ഇങ്ങ മാന്യന്മാരുണ്ട്. പക്ഷെ നിന്നെ പോലത്തെ കൊണ്ണുകളെ വെച്ചെടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് നിന്നെ എന്താടാ ആശ ഇങ്ങനെ ഒന്ന് മേടിക്കുക മാന്യന്മാര് തന്നെയാണെന്ന് പറഞ്ഞത്. വാസു நான் இறங்குறேன். வாசு ഇവിടെ വാ വാസു. நான் இறங்குறேன். நான் நாளை பூஜை ഉണ്ട്. സോ നാളെ I have to wake up early. എന്ത് പൂജ? ഓക്കേ എന്ത് പൂജ? my dad passed away. No, அதுக்கு அந்த പൂജ ഉണ്ട് മോർണിംഗ്. ഓ ഓക്കേ അതിന്റെ ഓക്കേ പോയിട്ട് ഓക്കേ ബൈ ഡാ. ബൈ വേണ്ടിട്ട് നമുക്ക് പ്ലാൻ ചെയ്തു നോക്കാം. അതിന് നിങ്ങൾ ഡെയിലി വരണം. നിങ്ങൾ ഡെയിലി വന്നാലേ അമ്മക്കുട്ടി കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഏതാச்சுം കോൾ ചെയ്യണേ. ഞാൻ വരാം. കുറച്ച് ദിവസം സമയം തരാം സിറ്റി കയറാൻ. അപ്പോഴത്തേക്ക് ഞാൻ എത്തേ സാധനം എല്ലാം എടുക്കാൻ ഞാൻ വരും. നീ ആലോചിച്ചിട്ടെല്ലാം പതുക്കെ വന്നാ മതി കേട്ടാ. തിരക്കിട്ട് കുഴപ്പമില്ല. ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല അവിടെ വെച്ചാൽ കുടിച്ചോളാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെണ്ണ് കാണാൻ പോവാ. ഉറപ്പായിട്ട് പെണ്ണ് കാണാൻ പോകണ്ടേ? പിന്നെ പെണ്ണൊന്ന് സെറ്റ് ആയിട്ട് മോനെ. നീ ആദ്യം ഒന്ന് കണ്ട് സംസാരിക്കേ. എന്നിട്ട് നമുക്ക് പെണ്ണിന്റെ വീട്ടിൽ നട്ട് നല്ലൊരു നമുക്ക് നല്ല കുടുംബത്തിൽ പറഞ്ഞ പോലെ പോണം. വാസുവേ ഹസനെ, ഈ വട്ടം നമ്മൾ അങ്ങനെ ചാടി കീറി നേരെ പോയി പെണ്ണ് കാണുന്നത് ശരിയല്ല ഹസനെ. ഇപ്പൊ തന്നെ കൊറേ ആയി. ചിഞ്ചു മഞ്ജു അഞ്ചു കുഞ്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണമായി. ഇനി അടുത്ത വട്ടം ആശാൻ വരുമ്പോ പുതിയ ഒരുത്തിയെ പരിചയപ്പെടുത്തി തരുന്നത് എനിക്കത് മോശമായിട്ട് തോന്നുന്ന ഒരു പരിപാടിയാ. ഇത് പിന്നെ നിനക്കൊരു സ്ഥിരമായോണ്ട് കുഴപ്പമില്ല. പുതുമയുണ്ടെങ്കിലല്ലേ പേടിക്കാണ്ട്. ഇതിപ്പോ നിനക്ക് സ്ഥിരമായില്ലേ, അതുകൊണ്ടിനെ കുഴപ്പമില്ല. കേട്ടിട്ടില്ലേ, നാണമാനില്ലാത്തവന്റെ കുണ്ടിയിൽ ആല് മുലച്ചാൽ അത് ആസനം അല്ല, അതും താണല്. അതുകൊണ്ട് കുഴപ്പമില്ല. നിനക്കത് ശീലമായോണ്ട് പിന്നെ കുഴപ്പമില്ല. വേറെ ആയിരിക്കും ആണെങ്കിലേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. നീ അത് ശീലമായോണ്ട് ആ ആലും കൊണ്ട് നീ നടന്നോളും, കുഴപ്പമില്ല. ആലിന്റെ അണ്ടി ഞാൻ വല്ല പറയുക. ഓ ദേഷ്യം വരില്ല. ഒരു ജീവിതകാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ അയാള് കുണ്ടിയിൽ ആല് കളിക്കണ കാര്യം പറഞ്ഞോണ്ടിരിക്കണത്. ഇതൊക്കെയാണ് എക്സാമ്പിള്. അല്ല, നിനക്ക് ഇതിനെക്കാട്ടിലും വലിയൊരു എക്സാമ്പിൾ ഇനി ഞാൻ എങ്ങനെ പറഞ്ഞു തരുവാന്ന് വെച്ചിട്ട് പറഞ്ഞതാ. ഇത് നിനക്ക് ഞാൻ പറയട്ടെ, നീ ഇതൊന്നും വലിയ നാണക്കേടായിട്ട് വിചാരിക്കണ്ട. പിന്നെ നിന്നെ പറ്റി പുറത്തൊരു വലിയ അഭിപ്രായമൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ അത് തീരെ പ്രശ്നമില്ല.
പുറത്തൊരു ഏതെങ്കിലും പുതിയ ഒരുത്തനോ എല്ലാം പോകുന്നതാണെങ്കിൽ ഇതെല്ലാം പ്രശ്നമില്ല. പിന്നെ വാസു കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇതൊന്നും വലിയ പുതുമയിലെ കാര്യമൊന്നുമല്ല. 1 2 3 4 എത്രണ്ണാണ് ഇപ്പം പിള്ളേരെ പെരിയാതാരാക്കിന് നീ. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നേ ഉണ്ടാവില്ല വാസു. ആശാനെ ഞാൻ ഇതുവരെ ഒരു പെങ്കൊച്ചിനെ ഞാൻ ഇതുവരെ യൂസ് ആൻഡ് ത്രോ ചെയ്തിട്ടില്ല. ഇല്ലാന്ന് നീ പറയണ്ട, പൊറ അടിച്ചു പൊളിക്കും ഞാൻ. എന്താ ഞാൻ നോക്കിയിട്ടില്ല. നോക്കിയിട്ടുണ്ട് ആശാനെ, ഞാൻ ഇതുവരെ ഒരു പെങ്കൊച്ചിനെ യൂസ് ആൻഡ് ത്രോ ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റിൽ വെർജിൻ ആണ്, മനസ്സിലായ? അതെനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പണിയുണ്ട്. അതെന്താ? ആരുടെ കാര്യത്തിലെ സംശയം എന്ന് പറ. ആരുടെ കാര്യത്തിലെ സംശയം? നിന്റെ കാര്യത്തിൽ തന്നെ. അങ്ങനല്ല, ഏത് പെങ്കൊച്ചുമായിട്ടായിരുന്നു എനിക്ക് ശാരീരിക ബന്ധമുള്ള? നീ മറ്റേ കൺമണീനെ നോക്കി, കൺമണി പോയി. മറ്റേ നമ്മളെ എലി ലാസ്റ്റ്, അതിന് മുന്നേ വേറെ ഏതോ 2 എണ്ണം ഉണ്ടായിനല്ല. എന്റെ അമ്മക്കുട്ടീനെ ഞാൻ പറയില്ല, അത് ഓളെ ഭാഗത്ത്. അത് ഓൾക്ക് നിന്റെ സ്വഭാവം പിടിക്കായിട്ട് പോയത് അവള്. അതുകൊണ്ട് ഓളെ ഞാൻ ഒരിക്കലും പറയില്ല. ഇവരെയൊന്നും കൂട്ടത്തില് ഞാൻ എന്റെ അമ്മക്കുട്ടീനെ പെടുത്തൂല. ബാക്കിയെല്ലാം കണക്കന്നെ. ഇതിൽ ആരുമായിട്ടാണ് സംശയം? എല്ലാരുമായിട്ട് സംശയം. എനിക്ക് തോന്നുന്നു നിന്റെ കഴിവില്ലായ്മയാണ് അവരിട്ടിട്ട് പോയല്ല കാരണം. പുറത്തായിരുന്നെങ്കിൽ ഒരു 6 മാസം പ്രായമുള്ള ഒരു ട്രോഫിയെ കൈക്കോട്ട് തന്നേരും. ഇവിടെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതും കൂടി ഒരു ടെസ്റ്റ് ഡോസ് അടിച്ചു നോക്കാം. ചാരവാത്ത കുഴപ്പം നോക്കാം നമുക്ക്. ഇത് അങ്ങനല്ല ആശാനെ, എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ കിട്ടിയിട്ടില്ല, മനസ്സിലായ? ഇത് സാഹചര്യം, അതിനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി തരാം ഇപ്രാവശ്യം. എനിക്ക് ഫുള്ള് ഞാൻ പറയണ അതല്ല. കഴിഞ്ഞ വട്ടത്തെ പോലെ ഇനി എങ്ങനെ ചാടി കേറി ഇതൊന്നും ചെയ്യാതെ മുകളിൽ കേറുക, ഒരുത്തന്റെ ഉള്ളിലേക്ക്. ഏതിന്റെ ഉള്ളിലേക്ക്? അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമ്പോ നമ്മുടെ ഇത് ശരിയാക്കി ശരിയാക്കി. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് തണുപ്പത്ത് നനഞ്ഞൂടാ, രാത്രി ജലദോഷം പിടിക്കും. ബ്ലാക്ക് മണിയും 90 മേലെ ഡ്യൂറബിലിറ്റി ഉള്ള ഗണ്ണും കൊടുക്കണം. 90 മുകളിൽ ഡ്യൂറബിലിറ്റി ഉള്ള ഗണ്ണോ? അതായത് സിറ്റി ഇപ്പൊ പോവല്ലോ, അപ്പൊ ഈ ബ്ലാക്ക് മണിയും 90 ഡ്യൂറബിലിറ്റിന്റെ മേലുള്ള ഗണ്ണും കൊടുത്തു കഴിഞ്ഞാല് സിറ്റി തിരിച്ചു വരുമ്പോ അവര് ആ ഗണ്ണും ബ്ലാക്ക് മണിയല്ല അതുപോലെ തന്നെ തിരിച്ചു തരും. ആളെല്ലാരോടും മറ്റന്നാളോ ആശാനെ വെള്ളത്തിന്റെ അടിയാണ്. ആശാനെ ഒരു സെക്കൻഡ് വന്ന് എനിക്ക് എന്റെ ആശാന് പെമ്പിള്ളേരെ പോലെ സംസാരിക്കാൻ പറ്റുമോ? അനക്കാ? അയ്യോ അനക്കത് കുറച്ച് ടഫായിരിക്കും കേട്ടാ. എന്നാലും ട്രൈ ചെയ്ത് നോക്കിയേ. സംസാരിക്കേണ്ടത് പക്ഷെ എനക്കത് പറ്റും തോന്നില്ലടാ. എന്താ വെച്ചുകഴിഞ്ഞാലേ നമ്മളെല്ലാം ജന്മന ആണുങ്ങളല്ലേ. എന്നാലും പെണ്ണുങ്ങളെ പോലെ സംസാരിക്കാൻ ട്രൈ ചെയ്ത് നോക്കിയേ. ഇല്ല എനിക്ക് പറ്റൂല. തൊണ്ട എങ്ങനെ ശരിയാവും? പറ്റുമോ? ട്രൈ ഇല്ലടാ, അതെങ്ങനെ ശരിയാവുക? പറ്റും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് വേറൊരു ഐഡിയക്ക് വേണ്ടിട്ടാ. എന്തിനാ? എനിക്ക് ആശാനെ ഈ പെണ്ണ് സെറ്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് ഒരു ദിവസം ഒരു പെണ്ണിനെ കൊണ്ട് ഈ സിറ്റിയിൽ മൊത്തം കിടന്ന് ഇങ്ങനെ അഹങ്കാരത്തോടെ സംസാരിച്ച് കൊണ്ട് നടക്കണം. അതിന്റെ ചീത്തപ്പേര് എനിക്ക് വരാൻ വേണ്ടിട്ട്. അത് ആശാനൊന്നും അറിയില്ല, എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടിത്തരാ ഞാൻ. ഇതങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനക്കൊന്നും എനിക്ക് ചീത്തപ്പേരാ. നമ്മ രണ്ടീ കുണ്ടന്മാരെന്ന് വിളിക്കും. ഇല്ലെന്ന്, സാധനമൊക്കെ ഞാൻ വെച്ച് കെട്ടിത്തരാം. എന്നിട്ടോ നിന്റെ ആവശ്യം കഴിയുമ്പോ എന്റെ സാധനം ഉരി മാറ്റാനാ എന്റെ ചാരിതാർത്ഥ്യം. ആശ ശബ്ദം മാത്രം മാറ്റിയാ മതി. എന്റെ മുടിയോ അതൊക്കെ വെച്ച് തരൂലേ? ഞാൻ പറയട്ടെ, നീ ഒരു ആവേശത്തിന്റെ കേറി പിടിച്ചാലോ? കാമക്കണ്ണനല്ല ഞാൻ അത്രക്ക്. ആശാനുള്ള ബോധം എനിക്കുണ്ട്. ഞാൻ എന്നിട്ട് എന്താ വേണ്ടത്? അപ്പോ പെണ്ണിനെ പോലെ സംസാരിക്കണം, അത്രയും മാത്രം മതി. എന്നിട്ടോ ബാക്കി ഞാൻ ഏറ്റ്. നിന്റെ സെറ്റപ്പാന്ന് പറയോ നീ എന്നെ? അതെ, എന്റെ ലവറാന്നങ്ങ് പറയും എല്ലാരോടും. അപ്പൊ ആ പെണ്ണ് നാളെ എവിടെയെന്ന് വെച്ചാലോ ഞാൻ പറയും അതൊന്നും സാധനം വാസുവേ. അതെ, ഈ പിള്ളേര് കളിക്കണ ഈ കളിപ്പാട്ടാണ്, മനസ്സിലായേ? അത് ശരിയാ. അപ്പൊ അത് ഞാൻ തായ്ലൻഡ്, ഇപ്പൊ സൂസൻ തായ്ലൻഡിൽ പോയെന്ന് പറഞ്ഞ് അതേപോലെ എന്തെങ്കിലും പറഞ്ഞോളാം. ഞാൻ അവസാനം എടപ്പോയിന്ന് പറയുന്നീ. അതൊക്കെ അതെല്ലാം ഞാൻ പറഞ്ഞോളാം. പെണ്ണായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഒരു ട്രയൽ അടിച്ച് ഒരു പെണ്ണിന്റെ ശബ്ദം ഒന്ന് എനിക്ക് അറിയാം. ആശ നല്ലൊരു അനുകരിക്കുന്നു. പെണ്ണിന്റെ ശബ്ദം എനിക്ക് വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പ്ലീസ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത്രക്ക് സുഖിപ്പിക്കണ്ട എന്നെ, നോർമലി വിളിച്ചാ മതി.
പിന്നെ അനക്ക് അങ്ങനെ വരുള്ളൂ. ശരിയാവില്ല. ഞാൻ പറഞ്ഞേ നമ്മളും ആണുങ്ങളല്ലടാ. എന്റെ ആശാനെ നിങ്ങളെന്താ ഇങ്ങനെ ആയി പോയത്? ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഒരു പെണ്ണായിട്ട് വന്നെന്ന് വിചാരിച്ചോ. ഞാനിപ്പോ പെണ്ണായിട്ട് വന്നിട്ട് നാളെ പോയി കഴിഞ്ഞാലും ബാസുവിന്റെ കയ്യിലിരിപ്പോണ്ട് പെണ്ണ് പോയി എന്നല്ലേ പറയാ നാട്ടാറ്. സൈഡ് ചിക്കാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ലവർ എന്ന് പറയണ്ട. നീ എന്നെ സൈഡാക്കാൻ വേണ്ടിട്ട് നോക്കുന്നല്ലേ? ബാസു എനിക്ക് എന്നെ കണ്ട അങ്ങനെയല്ലേ തോന്നുവോ? അങ്ങനല്ല, നമ്മള് മേക്കപ്പ് നീ സിറ്റിയില് ഇല്ല, ആരും അറിയാൻ പോണില്ല. ഒറ്റ മനുഷ്യൻ അറിയാൻ പോണില്ല നിങ്ങളാണെന്ന്. ആരെങ്കിലും അറിഞ്ഞാൽ എന്റെ സാധനം വെട്ടി കടലിലെറിയല്ലോ ഞാൻ. അത് നിനക്ക് ഉണ്ടോന്ന് ഇല്ലയോന്ന് എനിക്കറിയില്ലല്ലോ. ഈ പെമ്പിള്ളറോട് ചോദിക്കണ്ടേ? എലീനോടും പിള്ളറോടും ചോദിച്ചാലേ ഉണ്ടോ ഇല്ലയോന്ന് അറിയില്ലു. ഞാൻ അവരെ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പൊ നിനക്കതില്ലേ? ഉണ്ട്. എനിക്ക് അതിനുള്ള അവസരം ഒന്നും കിട്ടിയിട്ടില്ലെന്ന്. അതെന്താ? ഞങ്ങള് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു. എടാ, പ്രേമിച്ചാ മാത്രം പോരാ, ഈ സാധനം എടുത്ത് ഉപയോഗിക്കാനും അറിയണമെന്ന് എനിക്ക്. വെറുതെ അല്ല പെമ്പിള്ളറെല്ലാം ഇട്ടിട്ട് പോയി. ആശാനെ അങ്ങനത്തെ ഒരു ഇൻഡിവിസ്റ്റിലോട്ടൊന്നും ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനം തോന്നില്ലേ? അതുണ്ട്, അവസരം കിട്ടിയിട്ടില്ലെന്ന്. ഞാൻ പെണ്ണായിട്ട് എന്താ നീ ഉദ്ദേശിക്കുന്നത്? മറ്റേ പരിപാടിയാണെങ്കിൽ ബാസു നടക്കൂലേ ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചുമ്മാ ഷോ ഇറക്കാൻ ആശാന്. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഞാൻ പെണ്ണായിട്ട് വന്നു കഴിഞ്ഞാല് നിന്നെ സ്നേഹിക്കുന്ന പെണ്ണ് പറയൂലേ വാസു ചേട്ടന്റെ വേറെ പെണ്ണായി അറിയില്ലേ? ഇത് അല്ല, അപ്പൊ ഞാൻ അതിന്റെ കൂട്ടുകാരിയാന്ന് പറഞ്ഞ എന്തെങ്കിലും ഞാക്കറക്കെ. അവളുടെ അടുത്ത് മാത്രം നമ്മൾ പോകുന്നില്ല. നമ്മള് ഷോ കാണിക്കേണ്ട ആൾക്കാരുടെ അടുത്ത് മാത്രമേ പോണുള്ളൂ, വേറെ ആരുടെ അടുത്തും പോണില്ല. അത് ശരി. അപ്പൊ ഞാൻ പെണ്ണായിട്ട് വന്നിട്ട് നീ പറയും നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന്. ഗേൾഫ്രണ്ട് അല്ല, സൈഡ് ചീക്ക്. അത് എനിക്കൊരു മോശാന്നേ വാസു, നീ ഇങ്ങനെ പറയുമ്പോ. ആശാനാണെന്ന് ആരെങ്കിലും അറിഞ്ഞാലല്ലേ ഉള്ളൂ. എന്നാലും എങ്ങാനും ആരെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലോ? ആരും പിടിക്കൂല. ആശ പെണ്ണിന്റെ സൗണ്ടിൽ സംസാരിച്ചാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അവിടെ എല്ലാം ആശനാവുമ്പോ എനിക്ക് എന്ത് വേണേ പറയാം. ബാക്കിയുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞ കേസാവും വെളിയില്. ഏതോ ഇട്ടിട്ട് തൂറിയവന്റെ പിറന്നാളാ ഇന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞേ? യുജി ഇട്ട് തൂറി. ഹാപ്പി ബർത്ത്ഡേ യുജി ഇട്ട തൂറി. എന്താ ആശായ പ്രശ്നം? നമ്മുടെ കാര്യം സംസാരിക്കേ ഇട്ടിട്ട് തൂറിയവരാ ഇതൊക്കെ. കേട്ടെ, മോൻ തൂറാമുട്ട നടക്കുന്ന സമയത്ത് ഓന് ഇട്ടത്ത് പോയിട്ട് തൂറേണ്ട അവസ്ഥ. ചപ്പ് കേറുമ്പോ തന്നെ പോയില്ലേ കൈമന്ന്. അയ്യോ, ഞാൻ ഈ പിള്ളേരെ കൊണ്ടൊരു ശല്യം. എന്തോ കേട്ടില്ല. ഈ പിള്ളേരെന്തെന്ന് നമ്മള് പറഞ്ഞ കേൾക്കാനാന്ന് തോന്നുന്നു ഇവിടെ വന്ന് നിക്കുന്നത്. എല്ലാം ഇനി വെടി വെച്ച് വന്നല്ല. ഇല്ല വേണ്ട പാമ്പിള്ളേരെ കുഴപ്പമില്ല. അപ്പൊ ആശ പറ, വരുവോ ഇല്ലയോ? തോക്കൂല്ലപ്പാ വെടി വെക്കാൻ. വരുവോ ഇല്ലയോ? ഞാൻ വരാം. നിനക്ക് പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം. പിന്നെ വന്നിട്ട് നീ എന്നെ ഒന്നും ചെയ്യരുത് വശെങ്കില്. നീ എന്നെ ഒന്നും ചെയ്യരുത് വശെങ്കില്. ഇല്ല ഒന്നും ചെയ്യില്ല. ഞാൻ അത് ഉറപ്പ് തരാം, ഗ്യാരണ്ടി തരാം. ഉറപ്പല്ലേ? ഞാൻ ഒരു കസർ നിന്റെ സെറ്റപ്പാന്നൊന്നും പറയണ്ട. ഞാനല്ലേ അങ്ങ് മറ്റേ ന്യൂസിലാൻഡിൽ നിന്ന് വന്ന നിന്റെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്ന നിന്റെ ആരെങ്കിലും പറഞ്ഞു. സൈഡ് ചിക്ക് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്ന ആരെങ്കിലും പറഞ്ഞു. അത് പറയാം. സെറ്റാ. പക്ഷെ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാ. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്ന സൈഡ് ചിക്ക്. സൈഡ് ചിക്ക് വേണ്ട, സൈഡ് വേണ്ട. പിന്നെന്താ പറയാ? ബെസ്റ്റ് വേണ്ട. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് നിന്നെ ഞാൻ പറയാ, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് നിന്നെ കണ്ട്, നിന്നെ ഫേസ്ബുക്കിൽ കണ്ടിട്ട് നിന്നെ കാണാൻ നേരിട്ട് വന്നതെന്ന് പറയാ. പക്ഷെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയാൻ ഫുൾ ഇംഗ്ലീഷ് പറയേണ്ടി വരും. എനിക്ക് അത് വേണ്ട.
വേണ്ട വേണ്ട അത് എനിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സ്കൂളിൽ കോളേജിൽ പോകുന്നത് നിങ്ങളെങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കും? അതല്ലേ പറഞ്ഞ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതല്ലേ പറഞ്ഞേ സ്വിറ്റ്സർലൻഡ് വേണ്ട. എന്നാ പിന്നെ അല്ലേടിയാ പറയാ കുന്നംകുളൊന്നും പറയാൻ പറ്റില്ലല്ലോ വാസുവേ. ഇല്ല, ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ പോസ്റ്റ് കണ്ട് വന്ന കേരളത്തിൽ നിന്ന് തന്നെ വന്നതെന്ന് പറഞ്ഞാൽ മതി. കേരളത്തിൽ നിന്ന് വന്നേന്ന് പറയാ. ഏതാ സ്ഥലം പറയണ്ടേ? ഒരു സാരിയൊക്കെ എടുത്ത് സെറ്റ് ആയിരിക്കും. പക്ഷെ ഞാനങ്ങനെ വരുന്ന സമയത്ത് പിള്ളേര് മറ്റേ പെണ്ണ് കണ്ടിട്ട് പെണ്ണിന് വിഷമയല്ല. അവളുടെ അടുത്ത് നമ്മൾ പോവില്ല, അത് നമ്മൾ അറേഞ്ച് ചെയ്തോളാം. ഇൻ കേസ് അവളുടെ അടുത്ത് വരുവാണെങ്കിൽ ആശാൻ അതിനനുസരിച്ച് അങ്ങ് ബിഹേവ് ചെയ്യണം. ഓക്കെ അത്രേ ഉള്ളൂ. ആ കാര്യം ഞാൻ അത്രേ ഉള്ളൂ, പിന്നല്ല. എന്നാ അപ്പൊ ആശാൻ ഞാൻ ഒരു ഡേറ്റ് പറയാം. വാ. എല്ലാവർക്കും ഇന്ന് പതിവില്ലാതെ ഒരു കുളി ഉണ്ടായിരുന്നല്ലോ. കുളി കഴിഞ്ഞ എല്ലാവരുടെയും നടക്കുന്നേ. അപ്പുക്കുട്ടനൊന്നും ഒരു കാലത്തും മേനയാകാൻ പോകുന്നില്ല. അവന്റെ ഈ ചകിരിത്തലയും കോഴി മൂടലും അങ്ങനെ തന്നെ ഉണ്ടാവും. വെപ്പല്ലേ? മുറപ്പെണ്ണ് വേണ്ട, മുറപ്പെണ്ണ് ശരിയാ. മുറപ്പെണ്ണൊക്കെ ഭയങ്കര കോമൺ സാധനം ഇപ്പൊ, മനസ്സിലായ? അത് വേണ്ട, അത് ശോക. ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയാ, വെറുതെ എലിയുടെ ഒക്കെ എടുത്ത് പോയിട്ട് ചുമ്മാ കുറച്ച് വെയിറ്റ് ഇറക്കണ രീതിയിൽ ജാടയൊക്കെ ഇറക്കണ രീതിയിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ പറ